എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1378 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നതിന് നമ്മോട് കൂടെ എത്തിയിരിക്കുന്നത് ഡോക്ടർ അനിൽ SK ആണ്. ഇന്ന് ക്ലാസ് എടുക്കുന്നതിന് മുൻപായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. അനിൽ ഡോക്ടർ കഴിഞ്ഞ ദിവസവും നമുക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഡോക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിലെ ഡിജിറ്റലൈസേഷൻ നടപ്പാക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്ന ഡോക്ടറാണ്. ഇതിനോടകം പല പ്രാവശ്യം ഡോക്ടർ നമുക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഹോസ്പിറ്റലുകളിലും ഡിസ്പെൻസറികളിലും നടപ്പാക്കാൻ പോകുന്ന ഡിജിറ്റലൈസേഷനെ കുറിച്ചുള്ള വിശദീകരണം ഡോക്ടർ തരികയുണ്ടായി. ഡിപ്പാർട്ട്മെന്റിലെ IT നോഡൽ ഓഫീസറാണ്. ഡോക്ടർ ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള കരകുളം ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിലെ റെസിഡൻസ് മെഡിക്കൽ ഓഫീസറാണ്. ഇന്ന് നമ്മോട് ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് അനിൽ SK ഡോക്ടറെ സന്തോഷപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു മാഡം. ബഹുമാനപ്പെട്ട മറിയമ്മ മാഡം, മാഡം കരകുളം ആശുപത്രി സൂപ്രണ്ടായിരുന്ന കാലത്തും അതിനു മുമ്പേ മാഡത്തിനോട് വർക്ക് ചെയ്യാൻ സാധിച്ചൊരു ഭാഗ്യമായി കണക്കാക്കുന്നു. അതോടൊപ്പം മനോജ് സാറ്, ധനേഷ് ഡോക്ടർ, ഹോമിയോപ്പതി രംഗത്തുള്ള പ്രശസ്തരായ സീനിയർ ആയിട്ടുള്ള പല ഡോക്ടർമാരും ഇതിനകത്തുണ്ട്. അപ്പോൾ അവരെ എല്ലാവരെയും ഒരിക്കൽ കൂടെ കാണാൻ സാധിച്ചതിലുള്ള ഒരു സന്തോഷം ഞാൻ ആദ്യമേ രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇന്നത്തെ വിഷയം മറ്റെല്ലാവരും അല്ലെങ്കിൽ സാധാരണ സംസാരിക്കുന്നത് പോലെ ഒരു ക്ലിനിക്കൽ സബ്ജക്റ്റ് അല്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പക്ഷെ ക്ലിനിക്കൽ സബ്ജക്റ്റ് അല്ല എങ്കിലും നമുക്ക് എങ്ങനെ റിലവൻസ് ആകുന്നു എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ എന്ന് പറഞ്ഞൊരു നൂതന പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് 2000-ൽ ആക്ച്വലി ഒരു 2015 തൊട്ട് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തതാണ്. ഓക്കെ, 2000 സ്ക്രീൻ ഷെയർഡ് ആണെന്ന് തോന്നുന്നു, കാണാൻ പറ്റുന്നു എന്ന് വിശ്വസിക്കുന്നു. കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പം കേന്ദ്ര ഗവൺമെന്റ് വളരെ കാലം മുമ്പേ കൊണ്ടുവന്നൊരു പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ. അപ്പോൾ അതിൻ്റെ എന്താണ് അതിൻ്റെ ആവശ്യകത എന്നുള്ള സാധനം ഞാൻ പറയാം. ഇപ്പോൾ ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ള ഒരു വലിയൊരു അംബ്രല്ല സ്കീമിന്റെ കീഴിൽ ഒരുപാട് ഡിജിറ്റലൈസേഷൻ പ്രവർത്തനങ്ങൾ ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കി വരുന്നുണ്ട്. കേരളത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ മൊബൈൽ പെനിട്രേഷൻ ഏറ്റവും കൂടിയ സംസ്ഥാനം കേരളമാണ്. ലിറ്ററസിയിലും ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഈ രണ്ട് കണ്ടീഷൻ വെച്ചിട്ടും കേരളത്തിലെ ഡിജിറ്റലൈസേഷൻ സാധ്യത അതിഭീകരമാണ്. അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ ഡിജിറ്റലൈസേഷൻ വളരെ ത്വരിതഗതിയിൽ നടപ്പിലാക്കിക്കൊണ്ടുവരികയാണ്. അപ്പോൾ അവിടെ എന്താണ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻസ് അല്ലെങ്കിൽ ഡിജിറ്റൽ പരിവർത്തനം നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സേവനങ്ങളുടെ ഒരു അനുഭവം, ആ സേവനങ്ങളുടെ ഗുണനിലവാരം അല്ലെങ്കിൽ കാര്യക്ഷമത നമുക്ക് വർദ്ധിപ്പിക്കുന്നതിലൂടെ മെച്ചപ്പെട്ട ഉപഭോക്തൃ അനുഭവം നൽകുക എന്നുള്ളതാണ് ഡിജിറ്റലൈസേഷൻ കൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കാര്യക്ഷമതയും ഫലപ്രാപ്തിയും ഇത് കൂട്ടാൻ സഹായിക്കുന്നു. എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്നതിനാൽ ഉപഭോക്താവിൻ്റെ ഭാഗത്തു നിന്ന് കൂടുതൽ ആവശ്യം ഉണ്ടാകുന്നു. കാര്യക്ഷമതയും സമയലാഭവുമാണ് ഓട്ടോമേഷൻ സാധ്യമാക്കുന്നത്. ഡേറ്റ എന്ന് പറയുന്നതാണ് ഏറ്റവും പുതിയൊരു സാധനം, അല്ലെങ്കിൽ ഏറ്റവും വലിയ വിഭവം എന്ന് പറയുന്നത് ഡേറ്റയാണ്. അത് കൃത്യമായി ഉപയോഗിക്കാനും വിവേകത്തോടെ ഉപയോഗിക്കാനുള്ള മാർഗമാണ് ഡിജിറ്റലൈസേഷൻ നൽകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തിയറി പറയുമ്പോഴും എന്താണ് ഡിജിറ്റലൈസേഷൻ സംഭവിച്ചത്, എവിടേക്കാണ് ഡിജിറ്റലൈസേഷൻ സംഭവിച്ചത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മളിൽ എത്ര പേര് കത്തിപ്പോൾ എഴുതുന്നുണ്ട് എന്നൊരു ചോദ്യമുണ്ട്. നമ്മൾ സാധാരണ ഒരു ഇല്ലൻ്റ് പണ്ട് കാലത്ത് നമ്മൾ ചില കാര്യങ്ങൾക്കെങ്കിലും നമ്മൾ മറ്റേ പോസ്റ്റ് കാർഡ് ഉപയോഗിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇൻലൻഡ് ഉപയോഗിച്ചിരുന്നു. പിന്നെ നമ്മൾ കത്തെഴുതി കവറിനകത്ത് ഇട്ട് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. കത്ത് കിട്ടാൻ കാത്തിരിക്കുന്ന, മറുപടി കിട്ടാൻ കാത്തിരിക്കുന്ന, ഒരുപാട് കത്ത് കിട്ടുന്ന ഒരു സമൂഹത്തിൽ ഒരു വരേണ്യ വിഭാഗമായി നമ്മൾ കണക്കാക്കിയിരുന്നു. അവർ മിടുക്കന്മാരാണെന്നും അവർക്ക് കുറച്ചുകൂടെ ഒരു എന്താണ് സമൂഹത്തിൽ ഗ്ലാമർ പരിവേഷം നമ്മൾ കൊടുത്തിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കത്തുകളുടെ സ്ഥിതി ഇപ്പോൾ എന്താണ്? കത്തുകൾ ആരെങ്കിലും അയച്ചിട്ടുണ്ട്? അവസാനമായിട്ട് കത്തയച്ച ദിവസം എന്നായിരുന്നു എന്ന് എല്ലാവരും ഒന്ന് ഓർക്കും നല്ലതായിരിക്കും. ഒരു പോസ്റ്റ് ഓഫീസിൽ പോയി സ്റ്റാമ്പ് ഒട്ടിച്ച് നമ്മുടെ അതിൻ്റെ വില നോക്കിയിട്ട് നമ്മൾ പിന്നെ അതിൻ്റെ തൂക്കം നോക്കി സ്റ്റാമ്പ് ഒട്ടിച്ചൊരു കത്തയച്ചത് എന്നായിരുന്നു എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ കത്ത് അല്ലെങ്കിൽ ഇൻലൻഡ് അല്ലെങ്കിൽ പോസ്റ്റ് കാർഡ് പോലത്തെ സാധനങ്ങളുടെ ഉപയോഗം അധികം കുറഞ്ഞത്? അന്ന് സ്റ്റാറ്റസ് കൂടിയവരൊക്കെ സ്റ്റാറ്റസ് ഇപ്പോൾ കുറഞ്ഞു പോയോ? കത്ത് ഉപയോഗിക്കാത്തവരൊക്കെ സ്റ്റാറ്റസ് കുറഞ്ഞവരാണോ? അങ്ങനെയല്ല, അതിനേക്കാളും മെച്ചപ്പെട്ട
ഒരു സാങ്കേതിക വിദ്യ ജനങ്ങൾ സ്വാഭാവികമായും അഡോപ്റ്റ് ചെയ്യപ്പെട്ടത് കൊണ്ട് കത്ത് അല്ലെങ്കിൽ ഇൻലൻഡ് പോലത്തെ കാര്യങ്ങൾ നമ്മൾ കുറച്ച് ഉപയോഗിക്കുന്നുള്ളതാണ്. അതുപോലെ വേറൊരു കാര്യമാണ്, ഇപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന കുറേ സീനിയർ ഡോക്ടർമാരുണ്ട്. എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ ടെലിഫോൺ എന്ന് പറയുന്ന സാധനം ഒരു അത്ഭുതമായിരുന്നു. അപ്പം എൻ്റെ വളരെ ചെറിയ കാലത്ത് എൻ്റെ അടുത്ത ഇച്ചിരി ദൂരെയുള്ള ഒരു വീട്ടിലാണ് ടെലിഫോൺ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആരും വിളിക്കാനില്ലെങ്കിൽ പോലും ചിലപ്പോഴൊക്കെ എൻ്റെ ഫാദർ കുറച്ച് ദൂരെ കൽക്കട്ടയിലായിരുന്നു അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അപ്പം ഇടയ്ക്ക് കൽക്കട്ടയിലോ ഡൽഹിയിലൊക്കെ പോകേണ്ട ആവശ്യം അദ്ദേഹത്തിന് വരുമായിരുന്നു ഓഫീസ് പരമായിട്ട്. അപ്പം ഈ വിളിക്കുവാണെങ്കിൽ അച്ഛൻ പറയും, ഇങ്ങനെ ഇത്രാം തീയതി അവിടെ എത്തും, അടുത്ത ദിവസം ഇത്ര മണിക്ക് 8 മണിക്കാണ് വിളിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത അങ്കിളുടെ വീട്ടിൽ പോയിട്ട് അവിടെ ഇരിക്കും. അച്ഛൻ 8 മണിക്ക് വിളിക്കാൻ കാത്തിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന്, അപ്പം ടെലിഫോൺ ഉള്ളവർ അന്ന് സൊസൈറ്റിയിൽ വളരെ ഗ്ലാമർ ഉള്ളവരാണ്, അല്ലെങ്കിൽ വളരെ ഉയർന്ന ആൾക്കാരാണ് അങ്ങനെ ടെലിഫോൺ ഉള്ളത്. ആ ലാൻഡ് ഫോൺ ടെലിഫോൺ അങ്ങനെ മാറി മാറി പിന്നെ നമുക്ക് ഓർക്കുന്നുണ്ടാവും 94, 95 കാലഘട്ടങ്ങളിൽ നമുക്ക് മൊബൈൽ ഫോൺ നിലവിൽ വന്നു. മൊബൈൽ ഫോൺ വന്നപ്പോൾ ആദ്യമായിട്ട് ഈ മൊബൈൽ ഉപയോഗിക്കുക എന്ന് പറയുന്നത് വലിയ സംഭവമായിരുന്നു. നമ്മൾ ക്യൂ നിന്ന് BSNLിൻ്റെയൊക്കെ സിം കാർഡ് കിട്ടാനായിട്ട് ഒരുപാട് നേരം നമ്മൾ ക്യൂ നിന്ന് സിം കാർഡ് വാങ്ങിച്ചവർ ഇതിനകത്തുണ്ടാകും. ഫോൺ എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ സ്ട്രക്ചറും അന്നത്തെ ഫോണിന്റെ രീതിയും, അന്ന് ഈ കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഫോൺ എന്ന് പറയുന്നത് തന്നെ ഒരു അത്ഭുതമായിരുന്നു. അവിടെ നിന്നും ഇപ്പോൾ ഇന്ന് 5G ടെക്നോളജി വന്നപ്പോൾ നമ്മൾ പഴയ നമ്മളെക്കുറിച്ച് ആലോചിച്ചാൽ നമുക്ക് തന്നെ എടുത്ത് നമ്മളെ കിണറ്റിലിടാൻ തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ. ഇങ്ങനെ പിന്നെ വേറെ വളരെ നമ്മൾ പ്രകടമായ ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞ പ്രാവശ്യം ഗൂഗിൾ പേയുടെ ഉപയോഗം. ഇന്നൊരു സാധാരണ ഒരു മാർക്കറ്റിൽ പോയാലും നമ്മുടെ മീൻ വിൽക്കുന്ന ഒരു ചേട്ടനായാൽ പോലും ചോദിക്കും, സാറേ ഗൂഗിൾ പേ ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. അതുപോലെയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ജനസാധാരണ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സഡൻ ചേഞ്ച് ഉണ്ടാക്കിയ ഒരു 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 ഡിജിറ്റൽ ടെക്നോളജി ആയിരുന്നു IRCTC. അത് നിങ്ങൾ കേട്ട് കാണും. നമ്മുടെ റെയിൽവേയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന IRCTC. പണ്ട് ജനങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്നത് ഹെർക്കൂലിയൻ ടാസ്ക് ആയിരുന്നു. പലരും പോയി രാവിലെയും രാത്രിയൊക്കെ ക്യൂ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു, അവിടെ അടിയാവുന്നു, പിന്നെ പേപ്പർ വെച്ചിട്ട് പോകുന്നു, പേരെഴുതി ഇട്ടിട്ട് പോകുന്നു, കർച്ചീഫ് വയ്ക്കുന്നു, അതിൽ പേരെഴുതി വയ്ക്കുന്നു. ഇങ്ങനെ വിവിധങ്ങളായ ടെക്നോളജികൾ അന്നത്തെ കാലത്ത് ഉപയോഗിച്ച് അടിയും പിടിയും നടത്തിയ സംവിധാനത്തിൽ ഇന്ന് വീട്ടിലിരുന്ന് വിരൽത്തുമ്പിലിരുന്ന് നമുക്കത് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് IRCTC പോയി. ടിക്കറ്റ് കൗണ്ടറിന്റെ എണ്ണം കൂട്ടുന്നതാണ് ഒരു MP-യുടെ മിടുക്ക് എന്ന് കണക്കാക്കിയ സ്ഥലത്ത് നിന്ന് ടിക്കറ്റ് കൗണ്ടർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വലിയ പ്രശ്നമല്ലാത്തൊരവസ്ഥയിലേക്ക് പോയ ഒരു കാലഘട്ടം വന്നു ചേർന്നത് ആരും നിർബന്ധിച്ചുകൊണ്ടോ ആരും ഫോഴ്സ് ചെയ്യുന്നുണ്ടോ അല്ല എന്ന് മനസ്സിലാക്കുക. അവിടാണ് ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്ന സാധനം അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ ഇടയിൽ എത്തുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. ആശയവിനിമയത്തിന് കത്തുകൾ, ടെലിഫോണുകൾ എന്ന് ഉപയോഗിച്ച സ്ഥാനത്ത് നിന്ന് ഇമെയിൽ പോലത്തെ സാധനമായി, പിന്നെ അതിപ്പോൾ വാട്സപ്പിലായി. എന്താണ് ഇതിലെ വ്യത്യാസം? വളരെ പണ്ട് കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, പ്രാവിൻ്റെയൊക്കെ കാലിൽ ഇത് കൊടുത്ത് കെട്ടി വിടുമായിരുന്നു, പിന്നെ അങ്ങനെ ചെന്ന് അവിടെ കത്ത് അയക്കുമായിരുന്നു, പിന്നെ തിരിച്ച് ഈ പ്രാവ് തിരിച്ചു കൊണ്ടുവരുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പൊ അന്നും ആശയവിനിമയം നടത്തിയിരുന്നു, ഇന്നും ആശയവിനിമയം നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ആൾക്കാരുടെ ഉപയോഗത്തിലുള്ള എളുപ്പം കൊണ്ടാണ് ഇതൊക്കെ സ്വാഭാവികമായും സ്വീകാര്യമാകുന്നത്. നിയമം മൂലം ഒരിക്കലും നമ്മളിതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കൊണ്ടല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും നിയമം മൂലം അടിച്ചേൽപ്പിക്കുന്ന ഒരു സാധനമായിരിക്കില്ല. പകരം ഇത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന ലെവലിലേക്ക് സമൂഹത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട് എന്ന് ബോധ്യമാക്കാനാണ് ഞാൻ ഈ കാര്യങ്ങൾ കണ്ടത്. നോക്കണം, വിനോദത്തിലാണെങ്കിൽ പണ്ട് വായനയായിരുന്നു. അന്ന് ഒരുപാട് ബുക്കുകൾ വായിച്ച ആൾ മിടുക്കനായിരുന്നു, അല്ലെങ്കിൽ അയാളാണ് കൂടുതൽ മിടുക്കൻ, സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടുന്നയാൾ. പിന്നെ റേഡിയോ വന്നു, അത് കഴിഞ്ഞ് ടെലിവിഷൻ വന്നു, അത് കഴിഞ്ഞ് സിനിമ വന്നു. അപ്പൊ ഇപ്പോൾ നിങ്ങൾ നോക്കൂ, സാമൂഹ്യ മാധ്യമങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്യുന്ന ഒരു മേഖല. അതും കഴിഞ്ഞ് ഇന്നിപ്പോൾ സിനിമയുടെ കാര്യത്തിൽ തിയേറ്റർ എക്സ്പീരിയൻസ് OTT പ്ലാറ്റ്ഫോമിലേക്ക്, പലരും ഡയറക്റ്റ് ആയിട്ട് സിനിമ റിലീസ് ചെയ്യുന്ന OTT പ്ലാറ്റ്ഫോമിലേക്കാണ്. സോ കാലഘട്ടം മാറി വരുമ്പോൾ ഈ പറയുന്ന പല ആസ്വാദന രംഗത്തിലും അല്ലെങ്കിൽ സേവനങ്ങൾ സ്വീകരിക്കുന്ന മേഖലകളിലും ജനങ്ങൾ തനിയെ തന്നെ മാറിയ കുറെ കാര്യങ്ങൾ. ഇതൊന്നും നിയമം മൂലം നടപ്പിലാക്കി വന്നതല്ല. നമ്മൾ എപ്പോഴും വളരെ ക്ലിയർ ആയിട്ട് അറിയാന്നുള്ള പണമിടപാടുകളിൽ ബാങ്കുകളായാലും ഓൺലൈൻ പേയ്മെന്റുകളിലേക്ക് മാറി. പിന്നെ അതാ UPI പേയ്മെന്റ് എന്ന് പറയുന്ന വളരെ സിമ്പിൾ രീതിയിലുള്ള പേയ്മെന്റിലേക്ക് മാറി. ഒരു എന്താണ്, അടിസ്ഥാന വിദ്യാഭ്യാസം പോലും വേണ്ട, അല്ലെങ്കിൽ അങ്ങനെ ഇല്ലാത്ത ഒരാൾക്ക് പോലും അനായാസമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജി ആയിട്ട് UPI, നമ്മുടെ പേയ്മെന്റ്, യുണൈറ്റഡ് പേയ്മെന്റ് ഇന്റർഫേസ് നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിൽ ഞാൻ ആ പോയിന്റാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് താല്പര്യമുണ്ടോ നമുക്ക് താല്പര്യമില്ലേ എന്നുള്ളതല്ല. ഇതിവിടെ നടക്കുന്നുണ്ട്, ഈ മാറ്റങ്ങൾ വരുന്നുണ്ട്, നമ്മൾ പലതും അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ താല്പര്യക്കേട്, ആശങ്കകൾ അതൊക്കെ ഉണ്ടാകാമെങ്കിലും ഇത് കാലഘട്ടത്തിൽ കുറെ അസ്ഥാനമായി വരികയാണ്. അപ്പോൾ ഓരോന്നിനും ഓരോ കാലഘട്ടം കഴിയുന്തോറും ആൾക്കാർ ഇതിനുള്ള സ്വീകാര്യത, നേരത്തെ പറഞ്ഞ സ്ലൈഡിൽ പറഞ്ഞ കാര്യക്ഷമതയും സ്പീഡും എഫിഷ്യൻസിയും കൂടുമ്പോൾ സ്വാഭാവികമായും ഇത് കൂടുതൽ പേര് അഡോപ്റ്റ് ചെയ്യും. അതുപോലൊരു ടെക്നോളജിയാണ് ഹെൽത്തിലേക്കും വരുന്നത്.
അപ്പൊ എന്താണ് ഒരു ഡിജിറ്റൽ ഹെൽത്തിന്റെ ആവശ്യകത? ഡിജിറ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നത് ഞാനൊരു ജേണൽ വായിച്ചപ്പോൾ ആഗോള തലത്തിൽ അല്ലെങ്കിൽ ഗ്ലോബലി ഏകദേശം നമ്മൾ 13% ഒരു ഡിജിറ്റൽ ഹെൽത്ത് മേഖലയിലേക്ക് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിൽ അത് 18%ആണ് ഇന്ത്യയിൽ അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നത്. ദാറ്റ് മീൻസ് ഇന്ത്യയിൽ ഡിജിറ്റൽ ഹെൽത്ത് രംഗത്തുള്ള ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഗ്ലോബലി ഉണ്ടാകുന്നതിനേക്കാളും കൂടുതലായിട്ടാണ് ഇന്ത്യയിൽ ഡിജിറ്റൽ ഹെൽത്ത് രംഗത്ത് 2022 കണക്കാണ് ഞാൻ ഈ പറയുന്നത്. അത്രയും ഫാസ്റ്റ് ആയിട്ട് ഡിജിറ്റലൈസേഷൻ നടക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ഡിജിറ്റലൈസേഷൻ നമ്മളെ സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ ഹെൽത്ത് സെക്ടറെ സ്വാധീനിക്കുന്നത് എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഈ സ്ലൈഡിലൊക്കെ വിടാം. സ്ലൈഡിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കേൾക്കുവാണെങ്കിൽ അത് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാവും. ഇപ്പോൾ നമ്മുടെ അടുത്തൊരു പേഷ്യന്റ് വരുന്നു, നമ്മുടെ അടുത്തൊരു സാധാ പേഷ്യന്റ് വരുന്നു. അദ്ദേഹം ഒരു പ്രത്യേക അസുഖത്തിന് നമ്മളെ ഹോമിയോപ്പതിയിൽ സാധാരണ വരുന്നത് സാധാരണ എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് വരുന്നത് പലപ്പോഴും മറ്റ് ചികിത്സയിൽ എന്താണ് പൂർണ്ണമായി പരിഹാരം കിട്ടാതെ എന്നാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അസുഖമുള്ള അല്ലെങ്കിൽ അസുഖങ്ങളുള്ള ഒരാളായിരിക്കാം പലപ്പോഴും ഹോമിയോപ്പതി തേടി വരുന്നത്. അപ്പൊ ഇങ്ങനെ തേടി വരുന്നത് നമ്മുടെ സർക്കാർ ഡിസ്പെൻസറി ആവട്ടെ, പ്രൈവറ്റ് ഡോക്ടേഴ്സിന്റെ അടുത്താവട്ടെ, ഹോമിയോപ്പതിയെ പെട്ടെന്ന് സീക്കാൻ കാരണം ഇതിന്റെ ഒരു ഫലപ്രാപ്തി വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുന്ന ഒരാളുടെ എത്രത്തോളം അദ്ദേഹത്തിന് ഈ പറഞ്ഞ ഹയർ എൻഡ് ടെസ്റ്റുകൾ നടത്തി ഒരു ഹോസ്പിറ്റലിൽ നിന്നും അതിന്റെ ഡീറ്റെയിൽസ് ശേഖരിച്ച് വയ്ക്കാനുള്ളതും അത് സൂക്ഷിച്ചു വയ്ക്കാനുള്ള കഴിവുണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ വിദ്യാഭ്യാസം കുറഞ്ഞ സമൂഹത്തിൽ കുറച്ച് പുറകോട്ട് നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ ഇയാളുടെ പ്രീവിയസ് റെക്കോർഡൊന്നും നമുക്ക് കാണാൻ പറ്റണമെന്നേ ഇല്ല. അപ്പൊ ഇയാൾ എവിടെയൊക്കെ ചികിത്സ നടത്തി, എത്ര കാലം കൊണ്ട് അസുഖം മാറി, ചിലപ്പോൾ കൂടെ കൊണ്ടുവരുന്നൊരു ബൈസ്റ്റാൻഡർ ആയിരിക്കും. ഒരു ഇപ്പം ഒരാളെ കൊണ്ടുവരുന്ന പ്രായം അടുത്ത വീട്ടിൽ ഒരു അമ്മൂമ്മയെ കൊണ്ടുവരുന്ന അടുത്ത വീട്ടിൽ ഒരാളായിരിക്കാം ചിലപ്പോൾ കൊണ്ടുവരുന്നത്. അവർക്ക് ഈ വിവരങ്ങൾ കൃത്യമായി പറയണമെന്നില്ല. പക്ഷേ ഒരു ഡിജിറ്റലൈസേഷൻ വഴി, റെക്കോർഡുകൾ ഡിജിറ്റലായി സൂക്ഷിക്കുന്നത് വഴി, അദ്ദേഹത്തിന്റെ കൺസെന്റോട് കൂടി ഒരു OTP വഴിയോ അല്ലെങ്കിൽ മൊബൈലിൽ വരുന്ന ഒരു മെസ്സേജ് വഴിയോ ഈ പഴയ വിവരങ്ങളൊക്കെ അതുപോലെ കിട്ടുന്നത് വഴി നമുക്ക് ട്രീറ്റ്മെന്റ് കുറച്ചുകൂടെ കാര്യക്ഷമമായി നൽകാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു കാര്യം, പലപ്പോഴും നമ്മൾ പറയും ബിഫോർ ട്രീറ്റ്മെന്റ് ആഫ്റ്റർ ട്രീറ്റ്മെന്റ് റെക്കോർഡ് നമ്മളെ കയ്യിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ഒരു വലിയൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് കിഡ്നിയിലെ കല്ലെന്നോ പോളിസിസ്റ്റിക് ഓവറി ഡിസീസിൽ നിന്നോ യൂട്രൈൻ ഫൈബ്രോയിഡിന്റെ സൈസ് വെച്ചിട്ടോ അല്ലെങ്കിൽ തലച്ചോറിലൊരു ട്യൂമറിന്റെയോ മറ്റ് സൈസുകളോ വച്ചിട്ട് ഒരിക്കൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തൊരു ഒരു അംഗീകൃത വൈദ്യശാസ്ത്ര വിഭാഗങ്ങളിൽ നിന്നും വളരെ അംഗീകൃത ലാബുകളിൽ നിന്നും വന്ന ടെസ്റ്റുകൾ നടത്തി ചികിത്സിച്ച് വന്ന് നമ്മുടെ അടുത്ത് എത്തുമ്പോൾ നമ്മൾ ചികിത്സിച്ച് കഴിയുന്ന ഡിജിറ്റലി ശേഖരിക്കുകയാണെങ്കിൽ തിരിച്ച് അയാളുടെ അസുഖം മാറി എന്നുള്ളത് എപ്പോഴുമുള്ള എവർലാസ്റ്റിംഗ് തെളിവാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ദൈനംദിനം ചെയ്യുന്ന പ്രാക്ടീസിനെ ഒരുപാട് സഹായിക്കുന്ന ഒരു രീതിയാണ് ഡിജിറ്റലൈസേഷൻ കൊണ്ട് വരാൻ പോകുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു ടെലിഫോണും ഇൻലൻഡും ഇതൊക്കെ പറഞ്ഞപ്പോൾ ഇതൊന്നും എനിക്ക് വേണ്ടി വരില്ലായിരിക്കും, ഞാൻ ടെലിഫോണ് ലാൻഡ് ഫോണ് മതിയാവും എനിക്ക്, ഞാൻ മൊബൈൽ ഫോണൊന്നും എടുക്കുന്നില്ല എന്ന് പറഞ്ഞവർ ചിലപ്പോൾ ഇന്ന് 5Gയും വീഡിയോ കോളും ഉപയോഗിക്കുന്ന രംഗത്തിലേക്ക് മാറുന്നുണ്ട്. അപ്പൊ ഇതെങ്ങനെ മാറുന്നു എന്ന് വെച്ചാൽ ഇത് ആവശ്യപ്പെടും. ഇപ്പൊ നോക്കണം, ഒരു പേഷ്യന്റ് വിചാരിക്കണം, നോക്കൂ ഇന്നടത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡൊന്നും കൊണ്ടുപോകണ്ട, അവിടെ വിവരങ്ങളൊക്കെ ഡോക്ടറിന്റെ കയ്യിൽ വിരൽത്തുമ്പിൽ എത്തും എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ കാര്യം നമുക്ക് പേഷ്യന്റ് അക്സെപ്റ്റൻസ് കൂടും. പിന്നെ ചികിത്സയുടെ മറ്റ് ഡീറ്റെയിൽസും വേറൊരിടത്തേക്ക് പോകുന്ന റെഫറൻസ്, ഇതിലൊക്കെ നമുക്ക് ഡിജിറ്റലൈസേഷൻ കൊണ്ട് നമുക്കൊരു വലിയ ഉപകാരം ഉണ്ടാകും. അപ്പൊ ഇത് രോഗിയെ സംബന്ധിച്ച് വളരെ വളരെ ഈ ടെലിമെഡിസിൻ പോലത്തെ സംവിധാനം ഇപ്പൊ നമ്മുടെ സെക്ടറിലല്ല, വേറെ സെക്ടറിൽ ഞാൻ പറയട്ടെ. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഡോക്ടറിന് ചെന്നൈയിലുള്ള ഒരു വലിയ ഒരു നമ്മുടെ ഒരു ഹോമിയോപ്പതി പോട്ടെ, ഒരു വലിയൊരു ആശുപത്രിയിലെ ഒരു ചികിത്സയ്ക്ക് പോകണമെന്ന് വെക്കുക. അപ്പൊ അദ്ദേഹത്തിന് ഈ റെക്കോർഡുകളെല്ലാം ഡിജിറ്റലി കൊടുക്കുന്നത് വഴി ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡോക്ടറിന് വ്യക്തമായും കൃത്യമായും കാര്യങ്ങൾ മനസ്സിലാക്കുകയും പ്രിസ്ക്രിപ്ഷൻ ഡിജിറ്റലി അയക്കുമ്പോൾ തൊട്ടടുത്ത ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങിക്കാൻ പറ്റുന്ന സംവിധാനത്തിലേക്ക് ഉയരാൻ പറ്റും. അപ്പൊ ഇതാണ് ഡിജിറ്റലൈസേഷൻ എളുപ്പത്തിൽ ജനങ്ങൾക്കും നമുക്കും നൽകുന്ന ഒരു സഹായം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സഹായം എങ്ങനെ നമുക്ക് നടപ്പിലാക്കാൻ പറ്റും? അതിന് കുറച്ച് ഘടകങ്ങളുണ്ട്. ഒന്ന്, ഈ സോഫ്റ്റ്വെയറുകൾ വേണം. നമ്മൾ AHIMS എന്ന് പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സംസാരിച്ച ഒരു സോഫ്റ്റ്വെയർ ഈ ഹോമിയോപ്പതി രംഗത്ത് ഗവൺമെന്റ് സെക്ടറിലുള്ള സ്ഥാപനങ്ങളെ ഡിജിറ്റലൈസ് ചെയ്ത് റെക്കോർഡുകൾ കൊണ്ടുവരാനുള്ള സോഫ്റ്റ്വെയറുകൾ വേണം. അപ്പൊ അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിൽ ഒരുപാട് സോഫ്റ്റ്വെയറുകൾ നമ്മുടെ ഹോമിയോ രംഗത്ത് അവൈലബിൾ ആണ്. ഈ സോഫ്റ്റ്വെയറുടെ ഉപയോഗവും നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ ഉപയോഗിച്ച് തുടങ്ങും എന്നാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഞാൻ അങ്ങനെ പറയാൻ കാരണം, ചിലപ്പോൾ നമ്മൾ കേൾക്കുന്ന ആരെങ്കിലും ആയിരിക്കും ഇനി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്തിട്ടേ ഇനി വലിയ കാര്യമുള്ളൂ, അതൊന്നും അതിന്റെ ആവശ്യമില്ല എന്ന് ചിലപ്പോൾ നമുക്ക് ചിന്തിച്ചു പോകാം. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു കാലഘട്ടം വരുമ്പോൾ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്ന ഹോമിയോപ്പത്തായിട്ട് നമ്മൾ കൂടുതലും വരും. അത് എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് അത് പലപ്പോഴും മൊബൈൽ ഡിപ്പെൻഡന്റ് സോഫ്റ്റ്വെയർ ആയിരിക്കും, ഒരിക്കലും കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന സാധനങ്ങളായിരിക്കില്ല. മൊബൈൽ ഉപയോഗിക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ആയിരിക്കും നമ്മൾ സാധാരണ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം. അതുപോലെ
അതിന്റെ പരിപാലനം ഇപ്പൊ നമ്മൾ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ ഇപ്പൊ ഞങ്ങൾ തന്നെ AHMSന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഹഡിൽസ് ചാടിയാൽ മാത്രമേ ഒരു സോഫ്റ്റ്വെയർ ലോഞ്ച് ചെയ്ത് പബ്ലിക്കിന്റെ ഡേറ്റ എടുക്കാൻ പറ്റൂ. അതിന് ഒരുപാട് നിയമങ്ങൾ ഇന്നുണ്ട്. ഡേറ്റ മാനദണ്ഡങ്ങളും സുരക്ഷയും അതിന്റെ പരിപാലനവും അതിനൊരു ഒരു ഒരു എന്താണ് ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റീസ് കൂടെ ഉണ്ട് മറ്റേ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുമ്പോൾ ഉള്ളത്. പിന്നെ അതിന്റെ അനലിറ്റിക്സ് അതാണ് ഇതിൽ ഏറ്റവും പ്രധാന കാര്യം. നമുക്ക് സോഫ്റ്റ്വെയർ ഉണ്ട് എന്നുകൊണ്ട് എല്ലാം ആയില്ല. സോഫ്റ്റ്വെയറുകൾ എങ്ങനെയാണ് ക്രോഡീകരിക്കുക, എങ്ങനെയാണ് വിവരങ്ങൾ ക്രോഡീകരിക്കുക, ഏത് തരത്തിൽ ക്രോഡീകരിക്കണം, നമ്മുടെ ആവശ്യകത എന്താണ്, അങ്ങനെ അറിഞ്ഞ് ചികിത്സിക്കുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് ഉയരാൻ പറ്റും ഈ സോഫ്റ്റ്വെയർ അനലിറ്റിക്സ് വഴി. ടെലിമെഡിസിൻ സംവിധാനം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വിദൂര രോഗിക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മരുന്ന് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഒരു വിദൂര രോഗി നിരീക്ഷണം സംഭവിക്കും. ഇനി പറയാൻ പോകുന്ന കാര്യം ചിലപ്പോൾ നേരത്തെ ടെലിഫോണിന്റെ കാര്യം പറഞ്ഞൊരു തമാശയായിരിക്കാം, പക്ഷേ എങ്കിലും ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലം കഴിയുമ്പോൾ ഹാൻഡ് ഹോൾഡ് ഡിവൈസസ് ആയിരിക്കും നമ്മളെ നിയന്ത്രിക്കാൻ സാധ്യത കൂടുതൽ. ചിലപ്പോൾ കൈ കിട്ടുന്ന വാച്ച് പോലത്തെ, അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഒരു പെൻഡന്റ് പോലെ, ചിലപ്പോൾ ഒരു പേനയായിരിക്കാം, നമ്മൾ എപ്പോഴും ധരിക്കുന്ന ഒരു പേനയായിരിക്കാം, അല്ലെങ്കിൽ കയ്യിൽ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ആയിരിക്കാം. ഈ ഫോണുകളായിരിക്കും നമ്മുടെ ആരോഗ്യ വിവരങ്ങൾ വേറൊരിടത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ നിരീക്ഷിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മീഡിയേറ്റഡ് ഡിവൈസിലേക്ക് ഈ വിവരങ്ങൾ കൃത്യമായി പോകുകയും നമുക്കുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും അത് തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ BP ഡൗൺ ആകുന്നു, നിങ്ങളുടെ സോഡിയം കുറയുന്നു, നിങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങൾ വരുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സംവിധാനത്തിലേക്ക് സമൂഹം ഉയരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഹാൻഡ് ഹോൾഡ് ഡിവൈസ് എന്ന് വെച്ചാൽ നമ്മൾ ചില ആൻഡ്രോയിഡ് വാച്ച് ഒക്കെ കണ്ടിട്ടില്ലേ, അതുപോലത്തെ സാധനങ്ങളായിരിക്കാം അടുത്ത കാലഘട്ടത്തിൽ നമ്മളെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യം അതായി മാറാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒരു ഡോക്ടറോട് സംസാരിക്കുന്നവരെ ചിലപ്പോൾ ഈ ഹാൻഡ് ഹോൾഡ് ഡിവൈസ് ഞെക്കിയിട്ട് ആ ഡോക്ടർ ഐ ആം ഫീലിംഗ് ഡിസി അല്ലെങ്കിൽ ഐ ആം ഫീലിംഗ് ദിസ് പ്രോബ്ലം എന്ന് പറയുന്ന ഒരു രംഗത്തേക്ക് വന്നേക്കാം എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. അത് ഒരിക്കലും ഞാൻ ആധികാരികമായി പറയുന്നതല്ല, പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഈ രംഗത്ത് എൻ്റെ ഒരു ഇതുവരെയുള്ള ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയുന്നത് ഹാൻഡ് ഹോൾഡ് ഡിവൈസസ് അല്ലെങ്കിൽ ധരിക്കാവുന്ന ആരോഗ്യ ഉപകരണങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു ലോകത്തേക്കായിരിക്കാം നമ്മൾ ഇനി മുന്നേറാൻ പോകുന്നത്. അപ്പൊ ഇത് പൊതുവിൽ രോഗനിരീക്ഷണത്തിനും അതിന്റെ വിശകലനത്തിനും സർക്കാരുകളെ സഹായിക്കും. അതായത് പലപ്പോഴും നമ്മൾ പറയും നമ്മൾ ചിക്കൻ ബോക്സ് വരുന്നു, ഈ ഹോമിയോപ്പതിയിൽ ചിക്കൻ ബോക്സ് അല്ലെങ്കിൽ അതുപോലത്തെ വൈറൽ രോഗങ്ങൾ ധാരാളം ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിന്റെ യഥാർത്ഥ വിവരം സർക്കാർ തലത്തിൽ എത്തുന്നുണ്ടോ, രേഖപ്പെടുത്തപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഡിജിറ്റലൈസേഷൻ ഈ രംഗത്ത് വരുന്നത് വഴി സ്വകാര്യ സർക്കാർ പ്രാക്ടീഷണർമാർ എന്തൊക്കെ അസുഖങ്ങൾ ട്രീറ്റ് ചെയ്യുന്നുള്ളതും അതിന്റെ വോളിയൂമും ഡെപ്തും കൃത്യമായി ഒരു 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 ജനസംഖ്യ ഒരു പോളിസി ഡിസിഷൻ മേക്കേഴ്സിന് കൃത്യമായി എത്തുന്ന ഒരു ഒരു രീതിയിലേക്ക് ഉയരുകയും അത് പൊതുജനാരോഗ്യ നയം രൂപീകരിക്കുന്നതിൽ നമ്മളെ വളരെയധികം സഹായിക്കാനും സാധ്യതയുള്ള ഒരു മേഖലയാണ്. അങ്ങനെയാണ് ഡിജിറ്റൽ ആരോഗ്യത്തിന് വിവിധ കമ്പോണന്റുകൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയായിരിക്കും അതിന്റെ ഇമ്പാക്ട്? ഞാനിത് പറഞ്ഞു പോയത് തന്നെയാണ്. ഇത് നമ്മളൊരു വലിയ സ്ലൈഡും ബഹളമായിട്ട് നമ്മൾ പോകുന്നില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ എളുപ്പത്തിൽ തന്നെ ഒരു ഡോക്ടറെ കണ്ടെത്താൻ പറ്റും. ചിലപ്പോൾ വിദൂര സ്ഥലങ്ങളിൽ ഡോക്ടറിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാനും എളുപ്പമാണ്. യാത്രയോ മറ്റു കാര്യങ്ങളോ വേണ്ട. വളരെ സിമ്പിളി നമ്മൾ പറഞ്ഞാൽ ടെലിമെഡിസിൻ എന്നുള്ള സംവിധാനം കൂടുതൽ എഫക്റ്റീവ് ആയാൽ, നേരത്തെ പറഞ്ഞ വെല്ലൂർ കേസിൽ ഒരു പ്രായമായ അമ്മയ്ക്ക് വെല്ലൂർ പോകണം എന്നുണ്ടെങ്കിൽ അമ്മ പോകണം, അമ്മയെ കൊണ്ട് ബൈസ്റ്റാൻഡർ കൊണ്ടുപോകണം, അവിടെ ചെന്നിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം, ഈ ട്രീറ്റ്മെന്റ് എടുത്ത് തിരിച്ചു വരണം. തിരിച്ച് നമ്മളൊരു ഡോക്ടർ ഇപ്പം നമ്മൾ പണ്ട് പ്രഫുൽ വിജയകർ സാറിനെയൊക്കെ ദൂരെ നിന്നൊക്കെ ആൾക്കാർ പോയി, പലരും ഇപ്പം നമ്മുടെ കേരളത്തിലുണ്ട് അങ്ങനെ പ്രഗത്ഭരായ ഡോക്ടർമാർ വളരെ ദൂരെ നിന്ന് ഇവിടെ വന്ന് ട്രീറ്റ് ചെയ്യുന്നവർ. അപ്പോൾ അങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരു ബൈസ്റ്റാൻഡർ കൂടെ വരുന്നു. ആരോഗ്യാവസ്ഥ മോശമായ ഒരു ആളാണെങ്കിൽ അവർക്ക് കൊണ്ടുപോകാനും പരിചരിക്കാനും അവിടെയുള്ള കാര്യങ്ങൾ സഹായിക്കാനും ഒക്കെ വരുന്ന ബുദ്ധിമുട്ടുകളും ചെലവുകളും വളരെ ദൈർഘ്യം കൂടുതലായിരിക്കും. പക്ഷെ ഒരു ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 5G പോലത്തെ ടെക്നോളജികളിൽ വളരെ വ്യക്തമായി തന്നെ നമുക്ക് ഡേറ്റ ലാഗ് ഇല്ലാതെ തന്നെ പല വിവരങ്ങളും കൃത്യമായിട്ട് അറിയാൻ പറ്റും. ആ ലെവലിലേക്ക് ഇപ്പോൾ തന്നെ നമ്മൾ പണ്ട് ആലോചിച്ച് നോക്കണം, ഒരു 3-4 വർഷം മുമ്പ്, കോവിഡിനൊക്കെ മുമ്പ് നമ്മൾ ക്ലാസ്സുകൾ നടത്തുന്നത് എപ്പോഴും ഫിസിക്കൽ തന്നെയായിരുന്നു. ഇന്ന് IFPH തന്നെ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. എത്രയോ ക്ലാസ്സുകൾ, ഈ എണ്ണമറ്റ ക്ലാസ്സുകൾ, വിദഗ്ധരായ ഫാക്കൽറ്റികൾ, പലപ്പോഴും അപ്രാപ്യമായ ആൾക്കാരെ എല്ലാവർക്കും പ്രാപ്യമാകുന്ന രീതിയിൽ എത്തിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയാണ്. അപ്പോൾ ഈ രീതിയിലേക്ക് രോഗികൾക്കും പലരെയും അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത വരും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ പ്രത്യേകിച്ച് ഹോമിയോപ്പതി ട്രീറ്റ്മെന്റിൽ എവിഡൻസ് ബേസ്ഡ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് തീർച്ചയായും ഇത് സഹായിക്കും. നേരത്തെ ഹാൻഡ് ഹോൾഡ് ഡിവൈസസ് ഓരോ അവസ്ഥയും നിരീക്ഷിക്കാൻ, അയാളുടെ ഇമ്പ്രൂവ്മെന്റ് നിരീക്ഷിക്കാൻ നമുക്ക് ഹാൻഡ് ഹോൾഡ് ഡിവൈസസിനെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തും. ചികിത്സ നേരത്തെ പറഞ്ഞ ഒരു ദൂരെ നിന്ന് പ്രിസ്ക്രൈബ് ചെയ്താൽ വീട്ടിനടുത്ത് നിന്ന് തന്നെ മരുന്ന് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ പ്രിസ്ക്രിപ്ഷൻ വളരെ എളുപ്പമാക്കും. മരുന്നുകൾ കഴിച്ചോ എന്ന് യൂസ് ചെയ്യാൻ വരെ ഈ ഹാൻഡ് ഹോൾഡ് ഡിവൈസസ് യൂസ് ചെയ്ത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താം. കൃത്യമായി വ്യായാമം ചെയ്തോ ഇല്ലയോ എന്ന് ഉറപ്പിക്കാനും നമുക്ക് പറ്റുന്ന രീതി, ഉറക്കം ഉണ്ടോ ഉറക്കമില്ലേ, ഭക്ഷണത്തിന്റെ രീതി എങ്ങനെയാണ്, എത്ര നേരം കഴിക്കാൻ ടേബിളിലിരുന്നു, ഇതൊക്കെ മെറ്റബോളിസം എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ അനുമാനിക്കപ്പെടുന്ന രീതിയിലേക്ക് ഉയരുന്ന ഒരു ലെവലിൽ ഞാൻ പറയുന്നത്
ഇതൊന്നും ഫിസിഷ്യന് ഒഴിവാക്കാൻ പറ്റുന്ന രീതി ആയിരിക്കില്ല. പക്ഷെ നമ്മൾ ഫിസിഷ്യൻ ഇതൊക്കെ സഹായിക്കാൻ പറ്റും. അന്നും നമ്മളുടെ ഒരു അഡോപ്ഷൻ ടെക്നോളജി നമ്മളും ആ രീതിയിലേക്ക് ഉയരും. ഓക്കെ, നമ്മുടെ കേസ് ടേക്കിങ്ങിൽ പലപ്പോഴും ഇത് സ്വാധീനിക്കുന്ന രീതിയിലേക്ക് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ മാറും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് പറഞ്ഞത്. കേൾക്കുമ്പോൾ ഇന്നൊരു ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് തോന്നിയാലും ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ നമ്മളെയും ഇതിന് പ്രേരിപ്പിക്കും എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയുന്നത്. നമുക്കൊരു 3-4 വർഷം കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഒന്നുകൂടെ ഓർത്ത് വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ ഗ്ലോബൽ സെനാരിയോ പറയുകയാണ്. ഗ്ലോബൽ സെനാരിയോയിൽ നമ്മൾ ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് ഇതിന് ഏറ്റവും കൂടുതൽ ആദ്യം അവരിറങ്ങി. 90% ഓഫ് ഹോസ്പിറ്റൽസിലും EMR യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ലണ്ടനിലെ നാഷണൽ ഹെൽത്ത് അവർ UK 2005 ഇലക്ട്രോണിക് റെക്കോർഡ് കൊണ്ടുവരാൻ തുടങ്ങിയത്. തിരിച്ച് കാനഡ 2001 തന്നെ EHR ഇംപ്ലിമെന്റേഷൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ 1 പേഷ്യന്റ് 1 ഹെൽത്ത് റെക്കോർഡ് എന്നുള്ള സിംഗപ്പൂരുകാർ വളരെ ചെയ്തിട്ടുണ്ട്. അവർ 2015 അത് ചെയ്തു. WHO ആണ് ഗ്ലോബൽ ഡിജിറ്റൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞ് 2025 ഇപ്പോൾ ഒരു ഒരു നോട്ടും ഗൈഡ് ലൈൻസും നമ്മൾ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ അതും വായിച്ചു നോക്കുന്നുണ്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പൊ ഇങ്ങനെ ലോകമാകമാനം ഡിജിറ്റലൈസേഷനെ കുറിച്ചൊരു വലിയ സംരംഭം നടന്നുകൊണ്ട് വരികയാണ്, അല്ലെങ്കിൽ വലിയൊരു മാറ്റം നടന്നുകൊണ്ട് വരികയാണ്. നമ്മളും അതിന്റെ ഭാഗമാകേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പേഷ്യന്റ് റെക്കോർഡ് ഡിജിറ്റലൈസ് ചെയ്ത് വരണം. അങ്ങനെ പൂർണ്ണമായ റെക്കോർഡ് കിട്ടും. ഏതൊരു വ്യക്തിക്കും സ്വന്തമായി സൂക്ഷിക്കേണ്ട ആവശ്യം വരില്ല. അവരുടെ കൺസെന്റോട് കൂടി പരസ്പര സഹായിയായ സിസ്റ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിവരങ്ങൾ കൈമാറുന്ന നിലവിലേക്ക് വരും. ഗുണനിലവാരമുള്ള അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള ഡേറ്റ ആയിരിക്കും. നമ്മൾ പലപ്പോഴും പണ്ട് ഒരു അസൂസ്പെർമിയ കേസാണെങ്കിൽ പണ്ട് എത്ര ഉണ്ടായിരുന്നുള്ളത് നമുക്ക് അറിയണമെന്നില്ല. പക്ഷെ ക്വാളിറ്റിയുള്ള ഡേറ്റകൾ നമ്മുടെ കയ്യിലേക്ക് എത്തുന്ന രീതിയിലേക്ക് വരും. അപ്പോൾ ഈ രീതിയിലേക്ക് പിന്നെ ഞാൻ പറഞ്ഞ വിദൂര ചികിത്സാ സംവിധാനം വരുമ്പോൾ ആരോഗ്യ സംരക്ഷണ ചെലവ് വരെ കുറയ്ക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ ആരോഗ്യ സംബന്ധിയായ വ്യക്തിഗത വിവരങ്ങളുടെ സുരക്ഷ, രഹസ്യ സ്വഭാവം, സ്വകാര്യത എന്നിവ ഉറപ്പാക്കുന്ന സാർവത്രിക ആരോഗ്യ പരിരക്ഷയെ പിന്തുണയ്ക്കുന്ന പരസ്പര പ്രവർത്തനക്ഷമമായ ഒരു ദേശീയ ഡിജിറ്റൽ ആരോഗ്യ വ്യവസ്ഥ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ വരുന്നത്. ഇത് വേറെ ഒന്നുമില്ല. അതായത് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, സുരക്ഷിതമായ ഡേറ്റ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അടിസ്ഥാന സൗകര്യ സേവനങ്ങൾ നൽകുന്ന ഒരു ആരോഗ്യ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ദേശീയ ഡിജിറ്റൽ ആരോഗ്യ മിഷൻ ദൗത്യം എന്ന് പറയുന്നത്. അപ്പോൾ പലർക്കും പല ടെക്നോളജി ഉണ്ടാവും. ഇപ്പൊ കിംസ് എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ ഒരു ടെക്നോളജി ആയിരിക്കാം. ഇവിടെ വേറെ മിംസ് എന്ന് പറയുന്ന ഹോസ്പിറ്റലുണ്ട്. പല പല പ്രൈവറ്റ് ആശുപത്രികളുണ്ട്, ആയുർവേദ ആശുപത്രികളുണ്ടാവും. ഇവർക്കൊക്കെ പല ലക്ഷ്യങ്ങളായിരിക്കാം. പല അവരുടെ ഒരു പ്രവർത്തന രീതിയും വൈവിധ്യമാർന്നവയായിരിക്കാം. ഏരിയ ഓഫ് സ്കോപ്പ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കാം. പക്ഷെ എങ്ങനെയാണെങ്കിലും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും തന്നെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകണം. അവിടെ ഈ തമ്മിൽ വിവരങ്ങൾ ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റണം. ഇതെങ്ങനെ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞത് ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, നമ്മൾ ഓർക്കുന്നുണ്ടാവും, പണ്ട് നമ്മൾ ബാങ്കിൽ പോകുമ്പോൾ ഒരു ബാങ്കിലെ പൈസ പിൻവലിക്കണമെങ്കിൽ അതേ ബാങ്കിലെ അതേ ശാഖയിൽ തന്നെ പോയി നമുക്ക് പിൻവലിക്കേണ്ടി വരുമായിരുന്നു. വേറൊരു ബാങ്കിൽ പോയി പിൻവലിക്കാൻ പറ്റില്ലായിരുന്നു. ഇന്ന് ആലോചിച്ച് നോക്കൂ, ATM UPI വന്നു. എങ്ങനെയാണ് നമ്മൾ ഗൂഗിൾ പേയിൽ ഇത് വർക്ക് ചെയ്യുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഗൂഗിൾ പേയിൽ വർക്ക് ചെയ്യുന്നതിന്റെ ഒരു കാര്യം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഗൂഗിൾ പേ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ബാങ്ക് സെക്ടറിൽ വന്ന വിപ്ലവകരമായ മാറ്റം എന്തായിരുന്നു എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? എങ്ങനെയാണ് ഈ ബാങ്കിങ് എന്ന് പറയുന്നത് ഓഫീസ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കേന്ദ്രീകൃതമല്ലാതെ എങ്ങനെയാണ് ഇത് ഇത്രയും വലുതായത് എന്ന് പറയാൻ സാധിക്കുമോ? ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? എങ്ങനെയാണ് ബാങ്കിങ് എന്ന് പറയുന്നത് ഏത് ബാങ്കും ഇറസ്പെക്റ്റീവ് ഓഫ് നമുക്ക് ഏത് ബാങ്കിൽ നിന്ന് വേറൊരു ബാങ്കിൽ പോയി പൈസ എടുക്കാം, ATM ഉപയോഗിക്കാം. ഇതൊക്കെ എന്ത് മാറ്റമാണ് ആദ്യം കീ ആയിട്ട് കൊണ്ടുവന്നതും അത് സാധ്യമാക്കിയതുമായ മാറ്റം എന്താണ് എന്ന് പറയാൻ സാധിക്കുമോ ആർക്കെങ്കിലും? ചാറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, അല്ല, ഞാൻ ജസ്റ്റ് അത് പറയാൻ കാരണം അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. എന്തായിരിക്കാം അതിന്റെ ഒരു എന്ത് കീ മാറ്റമാണ് അത് ആ മാറ്റത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അടുത്ത പോയിന്റിലേക്ക് ഞാൻ പറയാം. കാരണം എല്ലാവരും ജസ്റ്റ് ഒന്ന് ആലോചിക്കാൻ വേണ്ടിയാണ്. എന്ത് കീ മാറ്റം കൊണ്ടുവന്നപ്പോഴാണ് നമുക്ക് ബാങ്കിന്റെ ബ്രാഞ്ച് ഇതൊന്നും നമുക്ക് ബാധകമല്ല. ബ്രാഞ്ചും ബാധകമല്ല, ബാങ്കും ബാധകമല്ല, പ്രൈവറ്റ് ബാധകമല്ല, ഗവൺമെന്റ് ബാധകമല്ല. എവിടെ പോയി പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും പിൻവലിക്കാം, പൈസ ഡെപ്പോസിറ്റ് ചെയ്യാം. ഇന്നിപ്പോൾ ഫോൺ വഴിയും ഇത് ട്രാൻസാക്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ കീ ഫാക്ടർ എന്തായിരുന്നു, ആദ്യം ചെയ്ത കാര്യങ്ങൾ എന്തായിരുന്നു എന്ന്
ആർക്കെങ്കിലും ഒന്ന് ചിന്തിച്ചെടുക്കാൻ പറ്റുമോ എങ്ങനെയാണ് ഇത് ആദ്യം നടപ്പിലാക്കി എന്നുള്ളത്? ശരി, ഞാൻ പറയാം. IFSC കോഡ് കേട്ടിട്ടുണ്ടോ? IFSC കോഡ് അതുവരെ നിലവിലുണ്ടായിരുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് വ്യത്യസ്തമായി ബാങ്കുകൾക്ക് ഒരു യുണീക്ക് ID ഓരോ ബാങ്കുകൾക്കും അതുവഴി സ്ഥാപനങ്ങളിലേക്ക് ഓരോ ബാങ്കിനെ ഇൻസ്റ്റിറ്റ്യൂഷനിലെയും മാപ്പ് ചെയ്യാനായിട്ട് ഒരു യുണീക്ക് ID ഒരു 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 വ്യക്തിഗത വ്യക്തിഗത സ്വകാര്യ ID എന്ന് പറയുന്ന സാധനം അയാൾക്ക് മാത്രമായിട്ട് ആ സ്ഥാപനത്തിലേക്ക് മാത്രമായ ഒരു ID കൊണ്ടുവന്നു, യുണീക്ക് ID, IFSC കോഡ്. ഈ IFSC കോഡ് കൊണ്ടുവന്ന് ബാങ്കിന്റെ യുണീക്ക്നെസ് അവർ നിലനിർത്തി. അപ്പൊ അങ്ങനെ വന്നിട്ട് ഡിജിറ്റലൈസേഷനിലെ ഫസ്റ്റ് സംരംഭം IFSC കോഡ് കൊണ്ടുവന്ന് നമ്മളൊക്കെ ചെക്ക് ബുക്കും ബാങ്ക് ബുക്കും ഒക്കെ ഇതൊക്കെ മാറ്റിയിട്ട് അതിലൊക്കെ സ്റ്റാമ്പ് ചെയ്ത് വാങ്ങിച്ചൊരു കാലഘട്ടമുണ്ട്. എല്ലാവരും IFSC കോഡ് വേണം, IFSC കോഡ് വേണം, IFSC കോഡ് വേണം. അത് സംഭവിച്ചപ്പോഴും നമ്മൾ വിചാരിച്ചില്ല ഇത് എന്തിനാണ് ഈ IFSC കോഡ് ഇങ്ങനെയൊക്കെ വരുന്നത്, ഇതുകൊണ്ട് എന്താ പറയുക, വെറുതെ ഒരു നമ്പറുടെ എക്സ്ട്രാ വാങ്ങിച്ചു എന്നൊരു സാധനമായിരിക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ടായത്. പക്ഷെ അതിന്റെ ഒരു അതിന്റെ ഒരു ഇംപ്രഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു എഫക്റ്റ് ഇപ്പോഴാണ് നമുക്ക് വന്നത്. കാരണം ഇന്ന് ബാങ്കിന്റെ ഒരു ബ്രാഞ്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ബാങ്കിൽ പോയി ഒരു സേവനം തേടേണ്ടി വരുന്നവരുടെ അളവ് ഇന്ന് വളരെ കുറവാണ്, തുലവും തുച്ഛമാണ് എന്ന് വേണമെങ്കിൽ പറയാം. വളരെ കുറച്ച് പേരെ ഇപ്പൊ ബാങ്കിൽ പോയി സേവനം എടുക്കുന്നുള്ളൂ. 24. അതുകൊണ്ട് ഗവൺമെന്റ് ഉണ്ടായ ലാഭം എന്താണ്? 24 മണിക്കൂറും ബാങ്കിങ് നടക്കുന്നുണ്ടെന്നാണ്. നമ്മൾ ഇപ്പൊ സംസാരിക്കുമ്പോഴും ക്യാഷ് ട്രാൻസാക്ഷൻ ഇഷ്ടം പോലെ നടക്കുന്നു. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ബാങ്ക് രാവിലെ തുറക്കുന്ന തൊട്ട് ബാങ്ക് രാവിലെ അടയ്ക്കുന്നവരെയുള്ള സമയത്തായിരുന്നു ഈ ട്രാൻസാക്ഷൻ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ എക്കണോമിക് ബൂസ്റ്റ് ആ സെക്ടറിൽ ഉണ്ടാകുന്നത് ഈ രംഗത്താണ്. ഞാൻ പറയുന്നത് ഇതുപോലെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിപ്ലവകരമായ മാറ്റങ്ങളായിരിക്കാം ഈ സെക്ടറിലേക്ക് വരുന്നത് എന്ന് ആന്റിസിപ്പേറ്റ് ചെയ്യാനാണ് ഞാൻ ആ കാര്യം അങ്ങനെ ഒരു സംഭവം ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ച പോയിന്റ്. അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ABDMന്റെ പ്രധാന പ്രിൻസിപ്പിൾ എല്ലാവരെയും ഉൾക്കൊള്ളണം എന്നുള്ളതാണ്. അതായത് അലോപ്പതി ആവട്ടെ, ആയുർവേദമാകട്ടെ, ഹോമിയോപ്പതി ആകട്ടെ, സൗവാറിക്പേ ആകട്ടെ, സിദ്ധയാകട്ടെ, യുനാനി ആകട്ടെ, നാച്ചുറോപ്പതി ആകട്ടെ, ഡോക്ടർ ആകട്ടെ, ഫാർമസിസ്റ്റ് ആകട്ടെ, നേഴ്സ് ആകട്ടെ, പാരാമെഡിക്സ്, ലാബോറട്ടറി ടെക്നീഷ്യൻസ് ആവട്ടെ, ആരായാലും ആരോഗ്യ രംഗത്തുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനമായിട്ട് ഇത് മാറണം എന്നുള്ളതാണ് ഒരു കൺസെപ്റ്റ്. രണ്ടാമത്തത് ഇതിന്റെ സെക്യൂരിറ്റി ഉറപ്പിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ഹോമിയോപ്പതിയിലെ AHIMS സോഫ്റ്റ്വെയർ ABDMുമായിട്ട് ചേരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട്, ഒരുപാട് കടമ്പകൾ കടന്ന് ഏകദേശം ഒരു വർഷം കൊണ്ട് നമ്മൾ അതിന്റെ അവരോട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അവർ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിക്കാൻ നമുക്ക് പാലിപ്പിച്ച് കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഓരോ പ്രാവശ്യം അവർ ഇത് ശരിയല്ല, അങ്ങനെ മാറ്റണം, ഇങ്ങനെ മാറ്റണം. അപ്പൊ അത്രയും സെക്യൂരിറ്റി കൂടിയൊരു സംവിധാനമാണ് ഈ പ്ലാറ്റ്ഫോം. അതിലേക്ക് കയറണമെങ്കിൽ തന്നെ ഒരുപാട് ഹഡിൽസ് ചാടിയാൽ മാത്രമേ അവർ ആ പ്ലാറ്റ്ഫോമിലോട്ട് നമുക്ക് കയറാൻ പറ്റും. അപ്പൊ അത്രയും സുരക്ഷിതമാണ് ഈ ഡേറ്റ എക്സ്ചേഞ്ച് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. യൂസർ ഇൻക്ലൂസിവിറ്റി ഞാൻ പറഞ്ഞു, എല്ലാവരും വേണം. വോളണ്ടറി പാർട്ടിസിപ്പേഷൻ, ഒരാളെ നിർബന്ധിക്കത്തില്ല. പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം നമ്മൾ ആലോചിക്കണം. ഈ നിർബന്ധിക്കത്തില്ല എന്ന് പറയുമ്പോൾ ഗൂഗിൾ പേ ആരെയും നിർബന്ധിച്ചിട്ടല്ല എല്ലാവരും എടുത്തത്. ടെലഫോണ് മറ്റേ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണുകൾ അല്ലെങ്കിൽ ഐഫോണുകൾ ആരെയും നിർബന്ധിച്ചിട്ടല്ല എടുത്തത്. അപ്പോൾ സ്വാഭാവികമായും നിർബന്ധിച്ചില്ല എങ്കിൽ യൂസർ ഫ്രണ്ട്ലിനെസ് കൊണ്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നിലവാരത്തിലേക്ക് ഇത് എത്താൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. അപ്പൊ സിംഗിൾ സോഴ്സ് ഓഫ് ട്രൂത്ത്, ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ വിവരങ്ങളെല്ലാം തന്നെ ആധികാരികമായിരിക്കണം. ഇപ്പൊ ഒരു വ്യാജ ഡോക്ടറിനോ അല്ലെങ്കിൽ ഒരു വ്യാജ ലാബോറട്ടറിക്കോ ഇതിനകത്ത് വരാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യുന്ന സ്ഥാപനങ്ങൾ നിലവിലുള്ള ഗവൺമെന്റ് അനുശാസിക്കുന്ന രീതിയിലുള്ള എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമേ ഇതിനകത്ത് കയറാൻ പറ്റൂ. അപ്പോൾ ഫെഡറേറ്റഡ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ എന്ന് പറയുന്ന സാധനം സൂക്ഷിക്കുന്നത് അവരവർ തന്നെയാണ്. ആവശ്യം വരുമ്പോൾ അതെടുത്ത് കാണിക്കുന്നു, മറ്റൊരാൾക്ക് കാണിക്കുന്നു എന്നുള്ളേ ഉള്ളൂ. കാണിക്കുന്നത് ഓരോ രോഗിയുടെയും കൺസെന്റ് വെച്ചിട്ടാണ്. ഒരു ഡോക്ടർ ആവശ്യപ്പെട്ട വിവരം കിട്ടില്ല. രോഗി OTPയോ അല്ലെങ്കിൽ മൊബൈലിൽ ഒരു കൺസെന്റോ കൊടുത്താൽ മാത്രമേ ഈ വിവരം കിട്ടത്തുള്ളൂ. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വരും സ്ലൈഡിലേക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഈ വിപ്ലവകരമായ ഈ സംരംഭം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് 15 ഓഗസ്റ്റ് 2020 കേരളത്തിൽ നടപ്പിലാക്കുന്നത് 2 ഒക്ടോബർ 2022 അപ്പൊ അതുവരെ കേരളം ഹെൽത്ത് എന്നുള്ള സംരംഭം വഴി ഡിജിറ്റൽ ഹെൽത്ത് രംഗത്ത് അതിന് മുമ്പ് തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ ഹെൽത്ത് സംവിധാനത്തെ സ്റ്റേറ്റ് ഡിജിറ്റൽ ഹെൽത്ത് എന്ന് നാമകരണം ചെയ്യുകയും ഇന്ന് SDHM എന്നുള്ള രീതിയിൽ അത് വർക്ക് ചെയ്ത് വരികയുമുണ്ട്. സ്റ്റേറ്റ് ഡിജിറ്റൽ ഹെൽത്ത് മിഷനാണ്. ആ സ്റ്റേറ്റ് ഹെൽത്ത് ഡിജിറ്റൽ മിഷന്റെ ഭാഗമായിട്ട് ഹോമിയോപ്പതിയും ISM ഡിപ്പാർട്ട്മെന്റും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഇനി എന്താണ് നമ്മുടെ ABDM വന്നാൽ നമുക്കുണ്ടാകുന്ന ഉപകാരങ്ങൾ? ഒന്ന്, ഈ പറഞ്ഞ പലതരത്തിൽ ഇപ്പോൾ ഉദാഹരണം സിറ്റിസൺ എന്താണ് പ്രയോജനം? എല്ലാ മെഡിക്കൽ റെക്കോർഡുകളും ലേക്കും സിറ്റിസൺ ആക്സസ് ഉണ്ടാവും. പലപ്പോഴും പല വലിയ ഹോസ്പിറ്റലിൽ പോയാലും പലരും പറയുന്ന കംപ്ലൈൻറ്റ് എനിക്ക് റെക്കോർഡ് ഇല്ല, അവിടെയായിരുന്നു ഈ റെക്കോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഒരുപാട് പരിശോധന നടത്തി ഈ റെക്കോർഡ് അവിടെയായിരുന്നു. അപ്പോൾ പേഷ്യന്റ് വരാൻ പോകുന്ന ഒരു അഡ്വാൻറ്റേജ് നോക്കൂ, പലപ്പോഴും പേഷ്യന്റിന്റെ ക്രിട്ടിക്കാലിറ്റിയെ ചൂഷണം ചെയ്യുന്ന ചില ആശുപത്രികളെങ്കിലും ഉണ്ടാകാം.
ഈ റെക്കോർഡ് അവരുടെ കയ്യിൽ തന്നെ സുരക്ഷിതമായി ഇരിക്കുന്നത് വഴി വേറെ ആരും കാണുന്നുമില്ല. ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരികയാണെങ്കിൽ പേഷ്യന്റ് പലപ്പോഴും ഇത് പറയാനുള്ള റൈറ്റ് അവർക്ക് ഉണ്ടാവില്ല. എനിക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യകത ഉണ്ടോ എന്ന് പറയുന്നതിന് മുന്നേ തന്നെ ചിലപ്പോൾ ഒരു വലിയ പ്രൊസീജിയറിലേക്ക് പോകാൻ പറ്റും. പക്ഷേ ഈ ഒരു സംവിധാനം വരുന്നത് വഴി അതേ വിഭാഗത്തിലുള്ള ഡോക്ടർമാരും മറ്റ് വിഭാഗത്തിലുള്ള ഡോക്ടർമാർക്കും പേഷ്യന്റിന്റെ സമ്മതത്തോടു കൂടി തന്നെ ഈ വിവരങ്ങൾ ഷെയർ ചെയ്ത് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ആരോഗ്യരംഗത്തെ ഈ ചൂഷണം എന്ന് പറയുന്ന സാധനം ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അംഗീകൃത ഡോക്ടർമാർ മാത്രമാണ് ഇതിനകത്ത് ചേരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വിവരങ്ങളുടെ ആധികാരികതയും കാണുന്ന ഡോക്ടർമാരും ക്വാളിഫൈഡ് ആണ് എന്നുള്ളത് ഉറപ്പിക്കാൻ രോഗികൾക്ക് സഹായിക്കും. പിന്നെ വിദൂരമായ സ്ഥലത്തുള്ള ഡോക്ടർമാരെ കാണാനും ഈ സംവിധാനം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വരുന്നതോടെ സഹായിക്കും. ഡോക്ടർമാർക്കും ഹോസ്പിറ്റൽസിനാണെങ്കിലോ നേരത്തെ പറഞ്ഞ അധികം വിദ്യാഭ്യാസമില്ലാത്തതോ അങ്ങനെ സമൂഹത്തിൽ കുറച്ച് പുറകോട്ട് നിൽക്കുന്ന ആൾക്കാരുടെ പല വിവരങ്ങളും അവർക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ അത് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ആക്സസ് നമുക്ക് ഉറപ്പാക്കാം. വിദൂര സ്ഥലത്തുള്ള രോഗികളുമായി ബന്ധപ്പെട്ട് ചികിത്സിക്കാനുള്ള സംവിധാനവും നമുക്ക് എളുപ്പാക്കാം. പിന്നെ പോളിസി മേക്കേഴ്സ്, ഗവൺമെന്റ് എന്താണ് ലാഭം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലതരത്തിലുള്ള പോളിസി ഡിസിഷനും വളരെ എഫക്റ്റീവായിട്ട് എളുപ്പത്തിലും സാധിക്കുന്ന രീതിയിലേക്ക് ഡിജിറ്റൽ ഡേറ്റ ഒരുപാട് സഹായിക്കും. പല വിഭാഗങ്ങളിൽ ചികിത്സിക്കുന്ന അസുഖങ്ങൾ, പല വിഭാഗങ്ങളിൽ ഇത്രത്തോളം ചികിത്സയുണ്ട്, ഇത്രത്തോളം വിവരങ്ങളുണ്ട് എന്ന് അറിയുന്നത് പലപ്പോഴും ഗവൺമെന്റ് തലത്തിൽ ഇത് അറിയണമെന്നില്ല. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ക്രോഡീകരിച്ചു കൊടുക്കാൻ നമുക്കും ചിലപ്പം പറ്റണമെന്നില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ ഒരു സംവിധാനം വളരെയധികം ഉപകരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ നാഷണൽ ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ, ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംവിധാനമല്ല. കാരണം മീൻസ് ഇത് അതിൻ്റെ ഒരു സ്ട്രക്ചറാണ്. നമ്മൾ സാധാരണഗതിയിൽ എന്താണ് ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റിനോട് പറയുമ്പോഴുള്ള കാര്യമാണ് ഇതിനകത്തുള്ളത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വളരെ ലളിതമായി പറയുകയാണ്. അപ്പോൾ ഇനി ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു IFSC കോഡ് വന്നതോടെ ബാങ്കുകാർക്ക് ഒരു യുണീക്ക്നെസ് വന്നു എന്നുള്ളതാണ്. അതുപോലെ ഡിജിറ്റൽ ഹെൽത്ത് രംഗത്ത് യുണീക്ക്നെസ് കൊണ്ടുവരാൻ വേണ്ടിയ അത്യാവശ്യം ഉള്ള പില്ലേഴ്സാണ് നമ്മളിപ്പം പറയുന്ന ഈ 4 കാര്യങ്ങൾ. ഒന്ന് ആഭാ നമ്പർ, ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് നമ്പർ ആണ് ആഭാ നമ്പർ. ഇത് എല്ലാ സിറ്റിസണും എടുക്കേണ്ടതാണ്. എല്ലാ പൊതുജനങ്ങൾക്കും ഒരു ആഭാ നമ്പർ ഉണ്ടാകണം. 14 അക്കമുള്ള ആഭാ നമ്പർ ആയിരിക്കും ഭാവിയിൽ ഒരു സിറ്റിസന്റെ ഒരു വ്യക്തിയുടെ IFSC കോഡ് ബാങ്കിനുള്ളതുപോലെ ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി നമ്പർ എന്ന് പറയുന്നത് ആഭാ നമ്പർ ആയിരിക്കും. അദ്ദേഹം ഒരു അലോപ്പതി മെഡിസിനിൽ പോയാലും ഹോമിയോപ്പതി ആയുർവേദത്തിൽ പോയാലും വേറൊരു ചികിത്സാ രംഗത്ത് പോയാലും ലാബോറട്ടറികളിൽ പോയാലും അവരുടെ ആഭാ നമ്പറിലേക്കായിരിക്കും വിവരങ്ങൾ രേഖപ്പെടുത്തുക. അതാണ് പേഷ്യന്റിനുള്ള ആഭാ നമ്പർ. രണ്ടാമത് ഹെൽത്ത് പ്രൊഫഷണൽ രജിസ്റ്ററി. ഇതിൽ ഓരോ പ്രൊഫഷണൽസും, അത് മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ അലോപ്പതി ആവട്ടെ, ഹോമിയോപ്പതി ആവട്ടെ, ആയുർവേദം ആവട്ടെ, ഏത് വൈദ്യശാസ്ത്രത്തിലുള്ള ഡോക്ടർമാരായാലും പാരാമെഡിക്കൽ സ്റ്റാഫ് ആയാലും ഈ ഹെൽത്ത് പ്രൊഫഷണൽ രജിസ്ട്രിയിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കും ഒരു 14 അക്ക നമ്പറുള്ള വെരിഫൈ ചെയ്ത് കിട്ടുമ്പോൾ 14 അക്ക നമ്പറുള്ള ഒരു സംവിധാനം നമ്മുടെ കയ്യിൽ വരും. അപ്പം പേഷ്യന്റിന് ആഭാ നമ്പർ വേണം, ഡോക്ടറിന് ഹെൽത്ത് പ്രൊഫഷണൽ രജിസ്ട്രി നമ്പർ വേണം. അപ്പം ഈ 2 നമ്പറും പേഷ്യന്റിനായി ഡോക്ടറിനായി. പിന്നെ ഹെൽത്ത് ഫെസിലിറ്റി, ഏത് സ്ഥാപനത്തിലിരുന്നാണോ വർക്ക് ചെയ്യുന്നത് ആ സ്ഥാപനത്തിന് ഒരു ഹെൽത്ത് ഫെസിലിറ്റി ID വേണം, HFR. അപ്പോൾ അവിടെ ആ HFR സർട്ടിഫിക്കറ്റ് പ്രദർശിപ്പിക്കുന്നത് വഴി അല്ലെങ്കിൽ അവിടെ വെച്ചിരിക്കുന്ന QR കോഡ് പബ്ലിക് സ്കാൻ ചെയ്യുന്ന അയാൾക്ക് അറിയാം ഇതൊരു അംഗീകൃത സ്ഥാപനമാണോ ഇല്ലയോ, മാനദണ്ഡങ്ങൾ പാലിച്ച് ഗവൺമെന്റ് രജിസ്റ്ററിലുള്ള സ്ഥാപനമാണോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് പബ്ലിക്കിന് കൂടുതൽ എളുപ്പമാകുന്ന ഒരു സാധനമാണ് ഹെൽത്ത് ഫെസിലിറ്റി രജിസ്ട്രി. ഇപ്പോൾ ഒരു ഡോക്ടർ, ഇപ്പം നമ്മുടെ സെക്ടറിലല്ല വേറൊരു സെക്ടറിൽ പോയാൽ, അല്ലെ ഇപ്പം മറ്റേ അലോപ്പതി പോയാൽ സാധാരണ സംഭവിക്കുന്നത് ഒരു ഡോക്ടർ പീഡിയാട്രീഷ്യൻ ആണോ അല്ലെങ്കിൽ വേറെ ഒരു ഇന്ന ക്വാളിഫിക്കേഷൻ അയാൾക്ക് ജെന്യുവിൻ ആയിട്ടുള്ളതാണോ എന്ന് അറിയണമെങ്കിൽ ഈ ഹെൽത്ത് പ്രൊഫഷണൽ രജിസ്ട്രിയുടെ സാധനം അവിടെ ഒട്ടിച്ചു വയ്ക്കുകയും ഒരു മൊബൈൽ വെച്ചൊന്ന് QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യന്റ് അറിയാം ഇദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷനും ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളും കറക്റ്റ് ആണോ എന്ന് അറിയാൻ പറ്റുന്ന രീതിയിലേക്ക് പേഷ്യന്റിനെ തന്നെ എംപവർ ആക്കുന്ന, പൊതുജനങ്ങളെ എംപവർ ആക്കുന്ന ഒരു വിപ്ലവകരമായ സംവിധാനമാണ് ഈ ഹെൽത്ത് പ്രൊഫഷണൽ രജിസ്ട്രിയും ഹെൽത്ത് ഫെസിലിറ്റി രജിസ്ട്രിയും. അതോടെ ഡ്രഗ് രജിസ്ട്രി, അതായത് ഈ ഡ്രഗുകളുടെ വെരിഫൈഡ് ഡ്രഗുകളുടെ രജിസ്ട്രി. ഇത് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ മാത്രമേ ഒരു ഫാർമസിയിൽ അത് വാങ്ങിക്കാനോ അത് പ്രിസ്ക്രൈബ് ചെയ്യാനോ കൊടുക്കാൻ പറ്റൂ. അങ്ങനെ മരുന്ന് വ്യാപാര രംഗത്തെ മൂല്യച്യുതികളെയും ഒരു പരിധിവരെ തടയാൻ സാധിക്കും എന്നുള്ളൊരു വലിയ കൺസെപ്റ്റ് വിഭാവനം ചെയ്തുകൊണ്ടാണ് ആഭാ നമ്പറും HPR നമ്പരും HFR നമ്പരും കൊണ്ടുവന്നിരിക്കുന്നത്. ഡ്രഗ് രജിസ്ട്രിയുടെ ഫൈനലൈസേഷൻ ആയിട്ടില്ല. ഇപ്പോൾ ആദ്യത്തെ 3 ഘടകങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ നടക്കൂല്ല ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ HPR, HFR, ആഭാ നമ്പർ ഇങ്ങനെയൊക്കെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലൈവ് ഡേറ്റ ഏറ്റവും അവസാനം കാണിക്കാം. 33 കോടി ജനങ്ങളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് കുറച്ച് പഴയ ഡേറ്റ ആണ്. ഇപ്പൊ 62 കോടിയായി.
ഇന്ത്യയിൽ മൊത്തമായിട്ട്. കാരണം ഇന്ത്യയുടെ മൊത്തം പോപ്പുലേഷൻ 120 കോടിയോ 130 കോടിക്ക് അടുത്ത് എന്തോ ആണ്. പക്ഷെ നമ്മളിപ്പം 62 കോടി, ഏകദേശം 50% പേര് ആഭ നമ്പർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. 2 ലക്ഷത്തിന് മുകളിൽ സ്ഥാപനങ്ങൾ, അത് ഞാൻ എൻ്റെ ഡേറ്റ കാണിക്കാം, ഇപ്പോഴത്തെ ലൈവ് ഡേറ്റ ഏറ്റവും അവസാനം ഒന്ന് പെട്ടെന്ന് കാണിച്ചു പോകാം. 2 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ ഹെൽത്ത് ഫെസിലിറ്റി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. 1.42 ലക്ഷം ആൾക്കാർ അല്ലെങ്കിൽ 1.5 ലക്ഷം ആൾക്കാർ ഡോക്ടർമാർ അല്ലെങ്കിൽ പാരാമെഡിക്കൽ ജീവനക്കാർ ഉൾപ്പെടെ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഹെൽത്ത് റെക്കോർഡ്സ് ഏകദേശം 23 കോടി ഹെൽത്ത് റെക്കോർഡ് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ആക്റ്റീവ് പ്ലെയേഴ്സ് നമുക്ക് ഏകദേശം 1277 ആൾക്കാർ ഇതിനകത്ത് ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഇന്റഗ്രേറ്റേഴ്സ്, നമ്മുടെ സോഫ്റ്റ്വെയർ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന 90 പേരാണ്. ഇതിപ്പം 90 അല്ല, ഇപ്പം ഏകദേശം 300 പേര് അതിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഒരു വിപ്ലവകരമായ അഡോപ്ഷൻ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് സംഭവ്യമാകുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും സംഭവ്യമാകുന്ന ഒരു പ്രക്രിയ തന്നെയാണ് ഇത് എന്നുള്ളതാണ് ആ സ്ലൈഡ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ആഭ നമ്പർ എന്താണ് ചെയ്യുന്നത്, ആഭ നമ്പർ കൊണ്ടുള്ള എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആഭ നമ്പർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഫസ്റ്റ് ചോദ്യം. ആഭ നമ്പർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അപ്പോൾ ആധാർ ബേസ്ഡ് ആണ് ആഭ നമ്പർ വരുന്നത്. അപ്പോൾ ആധാർ ബേസ്ഡ് ആയിട്ടുള്ള നമ്പറാണ്, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് വഴിയാണ് നമുക്കൊരു യുണീക്ക് ബേസ് ആധാരം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റെക്കോർഡ് വെച്ചിട്ടായിരിക്കും അത് ഉണ്ടാക്കുന്നത്. ഒന്നീ ഡ്രൈവിംഗ് ലൈസൻസ് വഴിയോ അല്ലെങ്കിൽ ആധാർ വഴിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി എന്താണ് പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം സാധാരണ ഹോസ്പിറ്റലിൽ ഇപ്പം ഒരു പേഷ്യൻ്റ്, ഇപ്പം നമ്മുടെ സർക്കാർ ആശുപത്രി നമ്മൾ കാണുന്നത്, ഇപ്പോൾ ഒരു പേഷ്യൻ്റെ പേര് സപ്പോസ് എലിസബത്ത് ആണെന്ന് വെക്കുക. അപ്പോൾ വീട്ടിൽ വിളിക്കുന്നത് മോളി ആണെന്ന് വെക്കുക. അപ്പോൾ ചിലപ്പോൾ ഹസ്ബൻഡ് വന്നിട്ട് പേര് വരുന്നത് മോളി 42 വയസ്സ്. ഓക്കെ, നമ്മൾ മോളി 42 വയസ്സ് എഴുതി എല്ലാം കൊടുത്തു, ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്ത് അത് പരിശോധിക്കുമ്പോൾ ഈ റെക്കോർഡ് വരാത്തതിന് കാരണം ഒറിജിനൽ പേര് എലിസബത്ത് എന്നായിരിക്കാം. പിന്നെ എന്താണ് റോബർട്ട് ഫെർണാണ്ടസ് റോഡ്രിഗസ് എന്നൊരു പേരാണെങ്കിൽ ഈ പേര് നമുക്ക് എഴുതാൻ വലിയ പാടായതുകൊണ്ട് സാധാരണ ചിലപ്പോൾ റോബർട്ട് എന്ന് എഴുതും, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ അയാളെ വീട്ടിൽ വിളിക്കുന്ന റോബി എന്നുള്ള പേരാണെങ്കിൽ നമ്മൾ റോബി എന്ന് എഴുതും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല പേരും, ഇപ്പോൾ ശത്രുഘ്നൻ അല്ലെങ്കിൽ ദൃഷ്ടദ്യുമ്നൻ എന്നുള്ള പേരാണെങ്കിൽ പലരും എഴുതുന്നത് എന്തായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. അപ്പം ഈ ഒരു സംവിധാനത്തിൽ പേരെഴുതാനുള്ള ബുദ്ധിമുട്ടുണ്ടാകാം, അല്ലെങ്കിൽ കൃത്യമായ പേരിൻ്റെ സ്പെല്ലിങ്ങിനുള്ള വ്യത്യാസം ഉണ്ടാകും. ഇതൊക്കെ ഭാവിയിൽ ഈ റെക്കോർഡുകൾ തമ്മിൽ ലിങ്ക് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടിലേക്ക് നേരിട്ടേക്കാം. അപ്പം ഇത് ഒഴിവാക്കാനായിട്ടും ഈ 14 അക്ക യുണീക്ക് നമ്പർ നമ്മളെ സഹായിക്കും. അപ്പോൾ അതൊരു കാർഡായിട്ടായിരിക്കും തരിക, അല്ലെങ്കിൽ മൊബൈൽ ആപ്പിൽ നമുക്കൊരു മൊബൈൽ ആപ്പ് ഉണ്ടാവും. ആഭയുടെ ആപ്പ് ഉണ്ട്, ഒരുപാട് പേരുടെ ആപ്പിൽ ഒരുപാട് ഏക്ത കെയർ, ബജാജ് സർവീസ്, സ്റ്റാർ ഹെൽത്ത്, ഇവരുടെയൊക്കെ ആപ്പുകളിൽ ആഭ ഇനേബിൾഡ് ആണ്. അതിലൊക്കെ ഒരു QR കോഡ് കാണും. അതായിരിക്കും നമ്മുടെ ഐഡൻറ്റി കാർഡ്. ഒന്നുകിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ, ഭാവിയിൽ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മുടെ നമ്പറിലുള്ള QR കോഡ് കാണിക്കുന്നു, അവർ ഒന്ന് സ്കാൻ ചെയ്യുന്നു, നമ്മൾ അകത്തേക്ക് കയറി, രജിസ്ട്രേഷൻ കഴിഞ്ഞു. അതാണ് അവിടുത്തെ പരിപാടി. അപ്പോൾ ഒരു നമ്പറോ ഒന്നും പറയേണ്ട, ഇല്ലെങ്കിൽ നമ്മളൊരു കാർഡ് കൊടുക്കുന്നു, അവർ സ്കാൻ ചെയ്യുന്നു, തിരിച്ച് അവർ വച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടാവും, ഒരു QR കോഡ് ഉണ്ടാവും. നമ്മൾ സ്കാൻ ചെയ്താലും അതിനകത്തേക്ക് കയറുന്ന വളരെ എളുപ്പമായ ഒരു പ്രക്രിയയിലേക്ക് നമ്മൾ രജിസ്ട്രേഷൻ എന്നുള്ള സംവിധാനം മാറും. അങ്ങനെ ആ യുണീക്ക് ഐഡി പ്രിസർവ് ചെയ്യുന്നത് വഴി റെക്കോർഡുകൾ ചോർച്ച തടയാൻ സഹായിക്കും. റെക്കോർഡുകൾ സൂക്ഷിക്കുന്നത് കുറച്ചുകൂടെ കാര്യക്ഷമമാക്കാൻ സഹായിക്കും. പിന്നെ അംഗീകൃത ഡോക്ടർമാരെ തിരിച്ചറിഞ്ഞ്, നേരത്തെ പറഞ്ഞില്ലേ, QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ സ്ഥാപനം അംഗീകൃതമാണോ, സ്ഥാപനത്തിലുള്ള മറ്റ് ഡോക്ടർമാർ അംഗീകൃതമാണോ എന്നറിയാൻ പറ്റും. ഏത് വൈദ്യശാസ്ത്രത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളതെന്ന് അറിയാൻ പറ്റും. പിന്നെ ഇതെങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ, നമ്മൾ HPR ചെയ്യുമ്പോൾ ഞാൻ എന്തൊക്കെ എന്നെക്കുറിച്ച് വെളിയിൽ കാണിക്കണം എന്നൊരു സാധനം ടിക്കിടാനുണ്ട്. അത് ടിക്കിടുന്ന മുറയ്ക്ക്, കാരണം മിനിമം സാധനമുണ്ട്, ക്വാളിഫിക്കേഷൻ ഒക്കെ മാൻഡേറ്ററി ആണ്. തിരിച്ച് എൻ്റെ ഫോൺ നമ്പർ കൊടുക്കണോ, ഇമെയിൽ ID കൊടുക്കണോ, ഇതൊക്കെ അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ്, അത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉൾപ്പെടെ വിസിബിൾ ആകും. അപ്പോൾ അങ്ങനെ നമുക്ക് മാർക്കറ്റ് ചെയ്യാനും സഹായിക്കും എന്നുള്ളതാണ്. അതായത് ഓരോ ഡോക്ടർമാർക്ക് മാർക്കറ്റ് ചെയ്യാനും സഹായിക്കുന്ന ഒരു മേഖലയാണ് ഈ ഒരു സംവിധാനം. അപ്പോൾ HPR ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി അതർ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരു അലോപ്പതിയിലുള്ള വിവരങ്ങൾ ഒരു ഹോമിയോപ്പതിയിലെ ഡോക്ടറിനെ കാണാനും, ആയുർവേദത്തിലെ വിവരങ്ങൾ ഹോമിയോപ്പതി കാണാനും, ഹോമിയോപ്പതി വിവരങ്ങൾ ആയുർവേദത്തിൽ അലോപ്പതിയിൽ കാണാനും ഈ ഒരു സംവിധാനം സഹായിക്കും. പ്രൈവറ്റ് ആശുപത്രിയിലുള്ളത് ഗവൺമെന്റ് ആശുപത്രി കാണാൻ പറ്റില്ല, ഗവൺമെന്റ് ആശുപത്രി പ്രൈവറ്റ് ആശുപത്രി കാണാൻ പറ്റാത്ത ആ അവസ്ഥയും മാറി ഒരു വ്യക്തിയുടെ അനുവാദത്തോടു കൂടി അയാളുടെ രോഗവിവരങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു നിലവാരത്തിലേക്ക് നമുക്ക് ഉയരാൻ പറ്റും. അപ്പം രേഖകൾ സൂക്ഷിക്കാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ കൃത്യമായ രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് എളുപ്പത്തിൽ നടക്കും. അത് ആരോഗ്യ ഇൻഷുറൻസ് രംഗത്ത് വളരെയധികം ഗുണമുണ്ടാകും. കാരണം അസുഖങ്ങൾ പെട്ടെന്ന് അവർക്ക് ആ ഒരു ക്വാളിറ്റി ചെക്കിംഗ് നടത്താൻ വളരെ എളുപ്പത്തിൽ സഹായിക്കുകയും, ഡേറ്റ ഇലക്ട്രോണിക് ആയതുകൊണ്ട് തന്നെ ഒന്നിനും വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല, പ്രീവിയസ് ഹിസ്റ്ററിയോ മറ്റൊന്നും ചോദിച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല. ക്ലെയിമുകൾ പെട്ടെന്ന് തന്നെ അംഗീകരിച്ച് കിട്ടാനും സഹായിക്കപ്പെടും എന്നുള്ളതാണ്. അത് നയപരമായ തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കാനും സഹായിക്കും എന്നുള്ളതാണ്. പുതിയ രോഗലക്ഷണങ്ങൾ പെട്ടെന്ന് വന്നാൽ അസുഖത്തെ തിരിച്ചറിയാൻ ഒരു യൂണിവേഴ്സൽ ടാസ്ക് ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാനും ഈ ഡിജിറ്റൽ സിസ്റ്റങ്ങൾ സഹായിക്കും. അപ്പോൾ
ഇതെന്ന് പറയുന്നത് ഇതിന്റെ ആർക്കിടെക്ചറും യൂണിവേഴ്സ് ഇന്റർഫേസും ഇത് കുറച്ചുകൂടെ തിയറിയാണ്. നമുക്ക് ആ തിയറി പാർട്ട് നമുക്ക് വേണ്ട. ഐ മീൻ നമുക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യമല്ല തിയറി പാർട്ടിൽ. ഓക്കെ, ഇനി ഇതിൽ വേറൊരു സംവിധാനം കൂടെ ഞാൻ പറയാം. ഇത് ഈ പഠനത്തിനെ കുറിച്ച് വലുതായിട്ട് ജസ്റ്റ് വറി ചെയ്യേണ്ട. അതായത് ഗവൺമെന്റിന് ഒരു വ്യക്തി വരുമ്പോൾ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അവിടെ എൻ്റെ പേര് രജിസ്റ്റർ ചെയ്യും, അല്ലെങ്കിൽ എൻ്റെയോ എൻ്റെ കുഞ്ഞിൻ്റെയോ പേര് രജിസ്റ്റർ ചെയ്യുന്നു. അവിടെ എൻ്റെ കുഞ്ഞിൻ്റെ പേര് ഇപ്പോൾ വൈദേഹി എന്നാണെങ്കിൽ VAIയും VYയും കൊടുക്കാം, വൈദേഹി എന്നുള്ള പേര്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് പോകുന്ന കുഞ്ഞ് പിന്നെ വേണമെങ്കിൽ ഒരു വലുതായി നമ്മുടെ ഹോമിയോ ഡിപ്പാർട്ട്മെന്റൽ ട്രീറ്റ്മെന്റിന് വരാം, ആയുഷ് സഞ്ജീവനി സഞ്ജീവനിക്ക് പോകാം, PMJY പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന അതിലേക്ക് പോകാം, ജൻ ആരോഗ്യ യോജന അതിലേക്ക് പോകാം, തിരിച്ച് പല വാക്സിൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് പോകാം, ഓർഗൻ റിട്രീവൽ ആൻഡ് ഓർഗൻ ബാങ്കിങ് ആ സംവിധാനത്തിലേക്ക് പോകും. ഇവിടെയൊക്കെ വ്യത്യസ്തങ്ങളാകാതെ ഐഡിയ ആയിരിക്കും അദ്ദേഹത്തിന് സൂക്ഷിക്കാൻ സാധ്യത. അപ്പോൾ ഈ വ്യക്തിക്ക് എന്ത് ഐഡി എവിടെ എങ്ങനെ ചെയ്തു എന്നുള്ളത് ഒരിക്കലും ട്രാക്ക് ചെയ്യാൻ വളരെ പാടാണ്. പക്ഷെ വൺസ് ഈ സംവിധാനം നിലവിൽ വരുന്നതോടുകൂടി ഒരു വ്യക്തിയുടെ ഒരു യുണീക്ക് ഐഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത് വഴി അദ്ദേഹത്തിന്റെ വിവിധ ആരോഗ്യ വിവരങ്ങൾ കൃത്യമായി ട്രാക്ക് ചെയ്യാനും വിവിധ സേവനങ്ങൾ ഉപയോഗിക്കുന്ന രീതികൾ അവിടെ എന്നുള്ള വിവരങ്ങൾ കൃത്യമായി ക്രോഡീകരിക്കാനും ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ്. അവർ ഏത് ആപ്ലിക്കേഷനോ ഏത് സംവിധാനവും ഉപയോഗിക്കട്ടെ, നമുക്കതിൽ വിവരങ്ങൾ കൃത്യമായി ക്രോഡീകരിക്കാൻ ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മളെ സഹായിക്കുന്നു. സിംപ്ലി പറഞ്ഞാൽ ഗൂഗിൾ പേ, നമ്മുടെ GPay പോലെ, അല്ലെങ്കിൽ നമ്മുടെ ആമസോൺ പേ പോലെ, നമ്മുടെ UPI ഏതാണ് ഉപയോഗിക്കുന്നത്, ഏത് ബാങ്കാണ് നമ്മൾ ചിന്തിക്കേണ്ട, ആർക്കാണ് കൊടുക്കുന്നതെന്ന് ചിന്തിക്കേണ്ട, കസ്റ്റമറുടെ ബാങ്ക് ചിന്തിക്കേണ്ട, എൻ്റെ ബാങ്ക് ചിന്തിക്കേണ്ട. നമ്മൾ പോകുന്നു, നമ്മളെ കൺസെന്റ് കൊടുക്കും, നമ്മൾ OTP കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒരു കോഡ് കൊടുക്കുന്നു, നമ്മൾ ബയോമെട്രിക് വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നു, പൈസ മറ്റേ ആളുകളിലേക്ക് എത്തുന്നു. അതുപോലുള്ളൊരു സംവിധാനത്തിലേക്ക് ആരോഗ്യ രംഗത്തുള്ള മാറ്റവും നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ABDMന് മുമ്പുള്ളൊരവസ്ഥ ഒരു സെക്കൻഡ്. അപ്പോൾ അതായത് രോഗികൾക്ക് ഡോക്ടർമാരെ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള ഒരു വിവരങ്ങളുടെ ഒരു വിശ്വാസ്യത എപ്പോഴും ചലഞ്ചിങ് ആണ്. കാരണം ഈ ഡോക്ടർമാർ ജെനുവിൻ ആണോ, ഈ ഡോക്ടറിന്റെ ഈ ആശുപത്രി ജെനുവിൻ ആണോ എന്നൊരു സാധനം എപ്പോഴും പ്രശ്നമായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഉറപ്പിക്കാനായിട്ട് ഈ ABDM സഹായിക്കും. വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ പലപ്പോഴും പാടായിരിക്കും. ചിലപ്പോൾ വിവരങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഒരു കാലവർഷം എഴുതിയോ അല്ലെങ്കിൽ കാലപ്പഴക്കം കൊണ്ടോ അത് നശിച്ചു പോകുന്നൊരവസ്ഥ വരാം. ഡിജിറ്റൽ റെക്കോർഡിൽ അങ്ങനെ ഒരു സംവിധാനം വളരെ അപൂർവമാണ്. പിന്നെ ഒരു ചികിത്സാ രംഗത്ത്, അല്ലെങ്കിൽ ഇപ്പം ഹോമിയോപ്പതിയിൽ ഒരു വിവരം പറഞ്ഞാൽ വേറൊരു ചികിത്സാ വിഭാഗം അത് അംഗീകരിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒരു ലാബിൽ ചെയ്ത് വേറൊരു ലാബ് അംഗീകരിക്കാതിരിക്കുക, അങ്ങനെ ഒരു സംവിധാനമില്ല. കാരണം മിനിമം സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ ഇതിനകത്തേക്ക് കയറ്റുന്നുള്ളൂ. അപ്പോൾ ഇതിലെ റെക്കോർഡുകൾ പരസ്പരം അംഗീകരിച്ചേ മതിയാകൂ എന്നുള്ളതാണ്. വിവരങ്ങൾ പൂർണ്ണ തോതിൽ കൊടുക്കാൻ പറ്റാതിരിക്കുക. അപ്പോൾ എന്തോ ഒരു അസുഖമുണ്ട്, എനിക്ക് എന്തോ പറ്റി എന്ന് പറയുന്നതിലുപരി വ്യക്തമായി എന്ത് പറ്റി എന്ന് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്കിത് കൊണ്ടുവരാൻ പറ്റും. നേരത്തെ കുടുംബാംഗങ്ങൾക്ക് ഒരു വ്യക്തിയുടെ വിവരങ്ങളെക്കുറിച്ച് പൂർണ്ണമായി അറിയണമെന്നില്ല, അദ്ദേഹത്തിന്റെ രോഗാവസ്ഥ അറിയണമെന്നില്ല. ചില ക്രിട്ടിക്കൽ കണ്ടീഷനിൽ കുടുംബാംഗങ്ങളായിരിക്കും വ്യക്തിയും കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ളവർക്ക് ആ കണ്ടീഷനിലും പൂർണ്ണമായ വിവരങ്ങൾ അറിയാൻ ഈ ABDM സഹായിക്കുമെന്നുള്ളതാണ്. ഞാൻ അവസാനം പറഞ്ഞ വിവിധ ചികിത്സാ കേന്ദ്രങ്ങൾ ഉപയോഗിക്കുന്ന വിവിധ ഐഡികൾ കാരണം വിവരങ്ങൾ മിസ്സാവാൻ സാധ്യതയുണ്ട്. അതും ഈ പ്രക്രിയ വഴി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗുണം. ഇതിൻ്റെ ഒരു ഹെൽത്ത് ആർക്കിടെക്ചറും മറ്റു കാര്യങ്ങളാണ്. ഇതിൻ്റെ ഒരു പൂർണ്ണമായ ടെക്നിക്കൽ പാർട്ടാണ്. അത് നമുക്ക് ഇപ്പം വലിയ പ്രസക്തമല്ല. കാരണം നമ്മൾ കുറച്ചുകൂടെ ഇതിനകത്ത് യൂസ് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ ഒരു, അല്ലെങ്കിൽ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്കതൊരു തിയറി പാർട്ടാണ്, അതിനകത്തൊരു വലിയ സാധനമില്ല. ഓക്കെ, ഇത് പെട്ടെന്ന് ഞാൻ പറയാം. ഈ സംവിധാനത്തിൽ വിവിധ ആൾക്കാർ, നമ്മൾ നടുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 4 പില്ലർ കാണും. ആഭ, HPR, HFR, ഡ്രഗ് രജിസ്ട്രി. ഇതാണ് യുണീക്ക്നെസ്, അല്ലെങ്കിൽ ഓരോ വ്യക്തിഗതമായ പ്രോപ്പർട്ടികളും അല്ലെങ്കിൽ അതിന്റെ വിവരങ്ങളും തീരുമാനിക്കുന്ന ഘടകമാണ് ആഭ, HPR, HFR, ഡ്രഗ് രജിസ്ട്രി എന്നുള്ളവ. അവ ഒരു കൺസെന്റ് മാനേജർ ഇന്റർഫേസിൽ, അല്ലെങ്കിൽ ഗേറ്റ് വേ എന്ന് പറയുന്ന ഭാഗത്ത് ആണ് അവയുടെ യുണീക്ക്നെസ് പ്രിസർവ് ചെയ്ത് വരുന്നത്. ഇനി നമ്മുടെ ഇടത് ഭാഗത്ത് കാണുന്ന ഏത് ഹെൽത്ത് സർവീസ് ഇന്റഗ്രേറ്റേഴ്സ് ആയാലും, അല്ലെങ്കിൽ ഹെൽത്ത് സർവീസ് കൊടുക്കുന്ന ആശുപത്രിയോ ഡോക്ടറോ ആരോ ഈ സിറ്റിസണോ ആവട്ടെ, അവർ ഈ യുണീക്ക്നെസ്സിൽ കൂടെ കയറി ചെന്ന് മറ്റൊരാൾക്ക് ആ യുണീക്ക്നെസ്സിലൂടെ വിവരങ്ങൾ കൊടുക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് ലോക്കറിലേക്ക് വിവരങ്ങൾ സൂക്ഷിക്കുകയോ ചെയ്യുന്നു. ഒൺലി വിത്ത് കൺസെന്റ്, അനുവാദത്തോടു കൂടി OTP മെസ്സേജോ അല്ലെങ്കിൽ മൊബൈലിൽ കൊടുക്കുന്ന കൺസെന്റോട് കൂടി മാത്രമേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സ്കാൻ ആൻഡ് ഷെയർ ഫെസിലിറ്റി. ഇപ്പോൾ പല സർക്കാർ ആശുപത്രികളിലും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി, മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ ഒരുപാട് ക്യൂ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ഈ ക്യൂ ഒഴിവാക്കാനായിട്ട് ഒരു QR കോഡ് വെച്ചിരിക്കും. ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് നമുക്കത് ചെയ്യാൻ പറ്റും. അതിനൊരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തെ കുറിച്ചൊരു വീഡിയോ ഉണ്ട്, നോക്കട്ടെ. എനിക്കൊന്ന് വീഡിയോ കാണാൻ പറ്റുന്നു തോന്നുന്നു. അപ്പം അതിന്റെ വോയിസ് നോക്കട്ടെ.
അല്ല വോയിസ് കേൾക്കുന്നില്ല എന്ന് തോന്നുന്നല്ലേ? ഓക്കെ, ഇല്ല, വോയിസ് ഇല്ല. Continue ഇപ്പൊ watching. കേൾക്കാമോ? കേൾക്കാം. This is the OPD counters area at Government Hospital in New Delhi. Every day, thousands of patients stand in these queues to get the tokens for their doctor consultation. This is where the government scheme Ayushman Bharat Digital Mission or ABDM comes into the picture. ABDM brings to you a simple functionality of QR code based faster registrations. A patient can simply scan the QR code placed near the registration desk using their phone. Select the app from the list displayed on screen. Register or log in to share their profile with the hospital to complete the OPD registration digitally. On successful sharing, the patient gets their token number on the app. When the token is called or displayed at the counter, the patient simply visits the registration desk. The patient is asked some basic questions related to their health issues, and the outpatient slip or OP slip is given to them. The patient can now visit the doctor and complete their consultation. By skipping the long queue at the OPD counter, the patient saves time and efforts. Apart from this, under the ABDM scheme, the patients also get the benefit of digital health records. With faster OPD registration and digital health records, the patient gets dual benefits. For next consultation, they can simply walk in, take the OPD token, and share previous health records from their app. No need to carry medical files. ഓക്കെ, റൈറ്റ്. അപ്പം ഞാനത് ജസ്റ്റ് ആ വീഡിയോ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഇത് വളരെ എളുപ്പത്തിൽ പേഷ്യൻസിന് സ്വീകാര്യത വരും എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കുന്നത്. കാരണം എപ്പോഴും നേരത്തെ പണ്ട് ഞാൻ എക്സാമ്പിൾ പറഞ്ഞല്ലേ, ഒരു മാർക്കറ്റിലിരിക്കുന്ന മീൻ വിൽക്കുന്ന ചേട്ടൻ എന്തുകൊണ്ടാണ് QR കോഡ് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺസ്യൂമർ ചിലപ്പം ആൾക്കാർ ചോദിച്ചു വരുന്നുണ്ട്, സാറേ ഇതില്ലേ, ഇങ്ങനെ സംവിധാനം ഇല്ലേ എന്ന് ചോദിച്ചു വരുന്നൊരു അവസ്ഥയുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഈ ഒരു സംവിധാനം അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധാരണ മനുഷ്യർ വരെ ഫോഴ്സ്ഡ് ആകും. അപ്പോൾ ഇതിനകത്ത് ആധാർ കാർഡ് എങ്ങനെ നിർമ്മിക്കുക എന്നുള്ളതിനെ കുറിച്ച് പെട്ടെന്ന് പറഞ്ഞു പോകാം. ആധാർ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ യുണീക്ക് ID ഉള്ളൊരു കാർഡാണ്. അത് നമ്മുടെ ഈ നമ്മുടെ ABDM സൈറ്റിൽ കയറിയിട്ട് ആധാർ ക്രിയേഷന് വേണ്ടി aadhaar.abdm.gov.in കയറി രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് നമ്മുടെ ആധാർ നമ്പർ കൊടുക്കുകയും വരുന്ന OTP നമ്മൾ കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആധാറിലുള്ള വിവരങ്ങൾ അതിനകത്ത് കാണാൻ പറ്റും. നമുക്കൊരു ആധാർ അഡ്രസ്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് അതിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. ആധാർ നമ്പറുള്ള ഒരാൾക്ക് ഒരു ആധാർ നമ്പറേ ഉണ്ടാകൂ, മൾട്ടിപ്പിൾ ആധാർ അഡ്രസ്സ് ഉണ്ടാകാം. ഉദാഹരണം, അദ്ദേഹം ഹോമിയോപ്പതി ചികിത്സയ്ക്ക് പോകുമ്പോൾ ഒരു ആധാർ അഡ്രസ്സ്, അനിലാണെങ്കിൽ അനിൽ ഹോമിയോ @ABDM എന്ന് പറഞ്ഞാൽ സേവ് ചെയ്ത് വെക്കാം. അനിൽ അലോപ്പതി @ABDM, അനിൽ എന്താണ് ഗ്യാസ്ട്രോ എൻട്രോളജി @ABDM എന്ന് സേവ് ചെയ്ത് വെക്കുക. അങ്ങനെ ഗുണമെന്ന് വെച്ചാൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് പോകുമ്പോൾ ഒരാൾക്ക് വിവിധ റെക്കോർഡുകൾ സൂക്ഷിക്കുകയും ആ റെക്കോർഡുകൾ വെച്ചിട്ട് വിവരങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അങ്ങനെ വിവിധ ആപ്പ് അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയാൽ എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ചിലപ്പോൾ ഗവൺമെന്റ് സ്കീമിലോ സ്റ്റാർ ഹെൽത്തിലോ ഒക്കെ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ആഭ ക്രിയേറ്റഡ് ആയിട്ടുണ്ടാകാം. കാരണം ആധാർ കൊടുത്തിട്ടുണ്ടെങ്കിൽ. അതല്ലെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഈ ആഭ വേണ്ടതാണ്. അതുപോലെ HPRും ABDMന്റെ HPR രജിസ്ട്രി പോയാൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ സർക്കാർ രംഗത്ത് നമ്മൾ ഏകദേശം 99% പേരെയും HPR എന്നുള്ള രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. സ്വകാര്യ മേഖലയിലേക്ക് ഈ വർഷം നമ്മൾ വരികയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഫിസിക്കലി തന്നെ നിങ്ങളോട് വരികയും സംസാരിക്കുകയും ചെയ്യുന്നതാണ്. പക്ഷേ ഇതൊരു ഇൻസൈറ്റ് പോലെ നമ്മൾ ഇതിനെക്കുറിച്ച് ഇന്ന് പറഞ്ഞതാണ്. അപ്പോൾ HPR നമ്മളെല്ലാവരും ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ കൺസെപ്റ്റ് ഇങ്ങനെയാണ്. HPR ഉള്ള ഡോക്ടർ HFR ഉള്ള സ്ഥാപനത്തിലിരുന്ന് ആധാർ നമ്പറുള്ള പേഷ്യൻറ്റിനെ നോക്കുമ്പോഴാണ്, അതും സോഫ്റ്റ്വെയറിൽ നോക്കുമ്പോൾ, അതായത് ABDM കംപ്ലൈൻസ് ഉള്ള സോഫ്റ്റ്വെയർ വഴി നോക്കുമ്പോഴാണ് ഡിജിറ്റൽ ഹെൽത്തിൻ്റെ ആ സൈക്കിള് പൂർത്തിയാകുന്നത് എന്നുള്ളതാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ. ഇനി ഒരു കാര്യം കൂടെ പെട്ടെന്ന് പറഞ്ഞു പോട്ടെ, കാരണം സമയം ഏകദേശം അതിക്രമിച്ചു തോന്നുന്നു. പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാം. എന്താണ് ആയുഷ്മാൻ ഭാരത് എന്ന പേര്? ആയുഷ്മാൻ ഭാരത് എന്ന പേര് എന്ന് പറഞ്ഞാൽ ആരോഗ്യ രംഗത്തെ വിവിധ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുന്ന ഒരേ കുടക്കീഴിലാക്കുന്ന ഒരു അംബ്രല വലിയൊരു പേരാണ്. അതിൻ്റെ ഒരു വലിയ പേരിന്റെ കീഴിൽ വിവിധ പദ്ധതികൾ ഉണ്ടെന്നേ ഉള്ളൂ. അതിൽ ഒരു സാധനമാണ് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട്. ആധാർ നമ്പർ ഒരിക്കലും ഒരു ഇൻഷുറൻസ് സ്കീമിന്റെ പദ്ധതിയേ അല്ല. ആധാർ നമ്പർ എന്ന് പറഞ്ഞാൽ ഓരോ പൗരന്റെയും വ്യക്തിഗത
ID നമ്പറാണ്. ആധാർ പോലെ ആരോഗ്യരംഗത്ത് ആവശ്യമായ ഒരു ID നമ്പർ മാത്രമാണ് ആഭ എടുത്തത് കൊണ്ട് ഒരാൾക്കും ഒരു സൗജന്യ ഇൻഷുറൻസ് കിട്ടുകയില്ല എന്നുള്ളതാണ് ഒരു ആരോഗ്യ പ്രവർത്തകർ എന്നുള്ളത് നമ്മൾ എല്ലാവരോടും മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യം. ആഭ നമ്പർ പലപ്പോഴും ചില ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. ആഭ നമ്പർ എടുത്താൽ 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കിട്ടുമെന്ന് പറഞ്ഞാൽ അങ്ങനല്ല. ആഭ എന്ന് പറയുന്നത് ഒരു യുണീക്ക് നമ്പർ മാത്രമാണ്. അത് ഭാവിയിലെ ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യരംഗത്തുണ്ടാകുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ സഹായിക്കുന്ന ആദ്യത്തെ നാഴികക്കല്ലാണ് എന്നാണ്. അത്രയും പറഞ്ഞില്ലെങ്കിൽ പോലും പറഞ്ഞു കൊടുക്കുക. ഇത് 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് സ്കീമുമായിട്ട് ബന്ധമില്ല, പക്ഷേ നിങ്ങൾ എടുക്കേണ്ടത് ആവശ്യമാണ് എന്ന് പറഞ്ഞു കൊടുക്കുക. ആഭ നമ്പർ. ഇനി ഞാൻ വെറുതെ പറയാം, ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് സെന്റേഴ്സ് എന്ന് പറഞ്ഞ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളെ ആ പേരിലേക്ക് ഇപ്പം മാറ്റുന്നുണ്ട്. ആയുഷ്മാൻ ഭാരത് ആരോഗ്യ മന്ദിർ എന്നാണ് ഇപ്പോഴത്തെ ആ പേര്. അവിടെ ആയുഷ്മാൻ ഭാരത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, അതിന് ആയുഷ്മാൻ ഭാരത് ദേശീയ ആരോഗ്യ സംരക്ഷണ ദൗത്യം, രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജന, സീനിയർ സിറ്റിസൺ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം, ഇതൊക്കെ ആരോഗ്യ ഭാരത് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീംസുകളാണ്. അപ്പോൾ ആരോഗ്യ ഭാരത് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമും ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് നമ്പറും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം. അപ്പോൾ ഇനി ഒരു കൊച്ചു സ്ലൈഡ് കൂടെ കാണിച്ചിട്ട് എൻ്റെ ഇത് നിർത്താം. ഒരു സെക്കൻഡ്, ഒരു കൊച്ചു സ്ലൈഡ് കൂടെ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം ഞാനിപ്പോൾ ഒരുപാടൊക്കെ പറഞ്ഞു. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ചാൽ ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ആഭ ഇതുവരെ ക്രിയേറ്റ് ചെയ്തവർ ഇത്രയും പേരുണ്ട്. ഏകദേശം 62 ലക്ഷം പേര് ക്രിയേറ്റ് ചെയ്തു. നമ്മുടെ കൊച്ചു കേരളത്തിൽ 1,75,00,000 പേര് ക്രിയേറ്റ് ചെയ്തു. നമ്മുടെ ജനസംഖ്യ നമ്മൾ 3.5 കോടി എന്ന് പറയുകയാണെങ്കിൽ പകുതിയോളം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, വരാതിരിക്കില്ല എന്നുള്ളതാണ് ഇതിലെ കാര്യം. അപ്പോൾ അതിൽ മാറി നിൽക്കാൻ നമുക്ക് പറ്റില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ നോക്കൂ, എത്ര ഫെസിലിറ്റീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ നമുക്ക് 10,000-ഓളം 9,700-ഓളം ഫെസിലിറ്റീസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ആലോചിക്കുക. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ ഈ സംവിധാനത്തിലേക്ക് മറ്റുള്ളവർ കടന്നു വരുന്നുണ്ട്. എത്ര പ്രൊഫഷണൽസ് രജിസ്റ്റർ 32,000 പ്രൊഫഷണൽസ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 32,000 പേര് ഇതിനകത്ത് രജിസ്റ്റർ ഉണ്ട്. അപ്പം ഇത് എന്താണ്, ഒരു നെത്തോലി ചെറിയ മീനല്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യമാണ് ഇതിനകത്തുള്ളത്. ഇനി ഇതിന്റെ ഹെൽത്ത് റെക്കോർഡ് ലിങ്കിങ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് IBDM ഇൻസൈറ്റ് എന്നൊരു സോഫ്റ്റ്വെയർ ആണ്, ഇതിനകത്ത് കയറി അറിയാൻ പറ്റും. ഇവിടെ നോക്കൂ, നമുക്ക് 64% പേരോളം ഹോമിയോപ്പതിയിൽ വെരിഫൈഡ് ആയിട്ടുള്ള, അതായത് ആപ്ലിക്കേഷൻ അയച്ചാൽ 64%, 10,000 പേര് ഇതുവരെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൽ 6,536 പേരെ നമുക്ക് രജിസ്റ്റർ ചെയ്യിപ്പിച്ച് വെരിഫൈ ചെയ്ത് രജിസ്റ്റർ ഈ ഹോമിയോപ്പതിയിലുണ്ട്. വിവിധ വൈദ്യശാസ്ത്രങ്ങളുള്ളവരുടെ ലിസ്റ്റാണ് കിടക്കുന്നത്. പിന്നെ ഇതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളിലുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. ഇനി നമുക്ക് കേരളത്തിനെ മാത്രം കൂടെ ഒന്ന് കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് നിർത്താം. സമയമായി എന്ന് എനിക്കറിയാം, പക്ഷെ നമുക്കൊന്ന് കേരളത്തിന്റെ അവസ്ഥ ഒന്നുകൂടെ നോക്കാം. ഇവിടെ എന്താണ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് നോക്കൂ. കേരളത്തിൽ ജില്ല തിരിച്ച് നമുക്കറിയാൻ പറ്റും. ഓരോ ജില്ലയിലും ക്രിയേറ്റ് ചെയ്യപ്പെട്ടവരുടെ എണ്ണം 13 ലക്ഷം, 11 ലക്ഷം അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ജില്ലയിലും വെരിഫൈ ചെയ്ത സ്ഥാപനങ്ങളുടെ എണ്ണം നമ്മുടെ കയ്യിലുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രമായിട്ട് 5,576 ഹെൽത്ത് പ്രൊഫഷണൽസ് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് അറിയേണ്ടത്, ഓക്കെ, ഹെൽത്ത് റെക്കോർഡ് ട്രെൻഡിങ് ലിങ്ക്സ്, അതൊക്കെ ഒരു ജസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഓക്കെ, ഇവിടെ നോക്കൂ, 95.9%, 1,208 പേര് ആപ്ലിക്കേഷൻ അയച്ചതിൽ 1,159 പേരുടെ ആപ്ലിക്കേഷൻ നമ്മൾ വെരിഫൈഡ് ആണ്. അതായത് ഓൾ ഇന്ത്യ തലത്തിൽ 6,000 പേരുള്ളതിൽ 1,100, അതായത് 25% പേര് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കേരളമാണ് എന്നുള്ളതാണ് ഹോമിയോപ്പതി രംഗത്ത്. പിന്നെ ഹെൽത്ത് ഫെസിലിറ്റി രജിസ്ട്രിയുടെ കാര്യത്തിലായാലും നമുക്ക് ഹോമിയോപ്പതിയിൽ 97.5% പേര്, 1,500 പേര് അപ്ലൈ ചെയ്തതിൽ 1,464 പേരെ നമ്മൾ സാങ്ഷൻ ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ വെരിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ABDM രംഗത്ത് ഹോമിയോപ്പതിയുടെ പ്രവർത്തനങ്ങൾ, ഹോമിയോപ്പതിയുടെ പ്രസൻസും വളരെ ശ്ലാഘനീയമായി തന്നെയാണ് ABDM നമുക്ക് അംഗീകരിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ ചെയ്തില്ലേ എന്നുള്ളതല്ല, പക്ഷേ ഈ സംവിധാനം ഇവിടെ ഉണ്ട്, ഈ സംവിധാനം നടപ്പിലായി വരുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു വന്നത്. അപ്പോൾ ഇതാണ് ABDMനെ കുറിച്ചുള്ള എൻ്റെ ഒരു ചെറിയൊരു പ്രസന്റേഷൻ. എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. തീർച്ചയായും സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ സമയം വൈകിയോണ്ട് അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അടുത്തൊരു സെഷനിലോ അല്ലെങ്കിൽ വേറെ സമയത്ത് എന്തായാലും നേരിട്ട് എല്ലാവരും സംസാരിക്കാൻ വരേണ്ടി വരുന്ന ഒരു കാര്യവും, പൊതുവിൽ ഫിസിക്കലി തന്നെ എല്ലാവരെയും കണ്ടിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് പറഞ്ഞ് ബോധ്യമാക്കേണ്ട കാര്യവും ഒരു ചുമതലയും നമുക്ക് വന്ന് ചേരുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പ്ലാൻ സർക്കാർ ലെവലിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ചുകൂടെ വിശദമായി തന്നെ സംസാരിക്കാം. എങ്കിലും ഇതുവരെ സംസാരിച്ചതിൽ നിന്നും എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏതായാലും വളരെ കുറഞ്ഞ സമയത്ത് ഇത്രയും വളരെ നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന്
ശരിക്കും നമുക്കൊക്കെ പുതിയൊരു അറിവ് മാത്രമാണ് ഇതൊക്കെ. നമ്മുടെ ഹോമിയോപ്പതി രംഗത്തും ഇത്രയും വിപുലമായ കാര്യങ്ങൾ നടക്കുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും സംസാരിക്കാൻ ആഗ്രഹമുണ്ടായിരിക്കും ഡോക്ടർ പറഞ്ഞ പോലെ. പക്ഷെ നമ്മുടെ സമയക്കുറവുണ്ട്. ധനേഷ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഡോക്ടർക്ക് സംസാരിക്കാം. അനിൽകുമാർ ഡോക്ടർ, അനിൽ ഡോക്ടറെ വളരെ ഗംഭീരമായിരുന്നു. കാരണം നമുക്ക് ഹോമിയോപ്പതിയുടെ സാധ്യതകൾ, നമ്മൾ പൊതുവെ ഹോമിയോപ്പതി അശാസ്ത്രീയമാണെന്നൊക്കെ ഇന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ ആ ഒരു കാലത്ത് ഈ ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരും ഇതിങ്ങനെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള ഡോക്ടർമാരുടെ മുമ്പിൽ ഈ രോഗിക്ക് ഏതെങ്കിലും ഒരു കാരണവശാൽ ചെല്ലേണ്ടി വരുന്ന സാഹചര്യം വരികയാണെങ്കിൽ, ഇപ്പൊ ഒരു ഫൈബ്രോയിഡ് യൂട്രസ് നമ്മൾ ട്രീറ്റ് ചെയ്ത് മാറിയിരിക്കുന്നത്, ഇവർക്ക് പിന്നെ ആർത്രൈറ്റിസ് ആയിരിക്കും വരുന്നതെന്ന് കൂട്ടുക. അപ്പൊ ഈ ആർത്രൈറ്റിസിന് വേണ്ടിയായിരിക്കും അവർ റുമറ്റോളജിസ്റ്റിനെ കാണുന്നത്. അപ്പൊ ആ സമയത്ത് ഇത് നോക്കി വരുമ്പോൾ ഫൈബ്രോയിഡ് വാസ് ക്യൂർഡ് വിത്ത് ഹോമിയോപ്പതി എന്ന് അവിടെ കാണുമ്പോൾ അവർക്ക് ഹോമിയോപ്പതിയിലോട്ടുള്ള ഒരു വിശ്വാസം കൂടും. അതുപോലെ തന്നെ നമ്മളെ എതിർക്കുന്ന ഏതൊരാളുടെ മുമ്പിലും നമുക്ക് ധൈര്യമായിട്ട് ഈ എവിഡൻസുകളൊക്കെ അവരുടെ മുമ്പിൽ എത്തിച്ചേരുകയാണ്. ഒരിക്കലും നമ്മളായിട്ട് കാണിക്കാൻ ശ്രമിക്കുകയല്ല. മറ്റേത് നമ്മളിപ്പോൾ നമ്മുടെ എൻ്റെ പേഷ്യൻ്റ് ഇത് മാറിയതിൻ്റെ, ഇവർക്ക് വന്ധ്യത മാറിയതിൻ്റെ കേസ് എന്തെങ്കിലും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഇതല്ല, ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് തന്നെ ഒരു ഹിസ്റ്റക്ടമി കേസിൽ ചെല്ലുമ്പോൾ പോലും അവരവിടെ കാണുന്നത് ഇതുപോലെ തൈറോയ്ഡ് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടായിരുന്ന ഒരു പേഷ്യൻ്റ് ടോട്ടലായിട്ട് ഹോമിയോപ്പതി കഴിച്ച് മാറിയെന്നും അതിനുശേഷം ഇയാൾക്ക് ഇപ്പം TSH ലെവലെല്ലാം നോർമലാണെന്നും ഹോമിയോ മരുന്ന് നിർത്തിയെന്നും അവരറിയുമ്പോഴാണ് അവർക്ക് വിശ്വസിക്കാനേ പറ്റില്ല. കാരണം ഈ ഹോമിയോപ്പതി കൊണ്ട് ഇങ്ങനെ സാധിക്കുമെന്നുള്ള ഒരു സത്യം നമ്മുടെ ഇടയിൽ പറയുന്നു, നമ്മൾ ക്ലാസ്സുകളിൽ പറയുന്നു, പബ്ലിക്കിൽ പറയുന്നു, പക്ഷെ അതൊരിക്കലും വിശ്വസനീയമാകുന്നില്ല. അതുകൊണ്ട് തന്നെ അലോപ്പതിക്കാർ ഒരിക്കലും അത് അംഗീകരിക്കുന്നുമില്ല. ഒരിക്കലും തൈറോയിഡ് കേസ് ഒരിക്കലും നമുക്ക് ഈ തൈറോയിഡോം നിർത്തിക്കൊണ്ട് അല്ലെ ഹോമിയോ മരുന്ന് കൊണ്ട് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റില്ല എന്ന് തന്നെ അവർ വിശ്വസിക്കുന്നതും വിചാരിക്കും. സാറേ, അവിടെ പറയുന്ന ഒരു കാര്യം, ഒന്ന് ലാബ് മോശമാണ് അല്ലെങ്കിൽ റിപ്പോർട്ട് തെറ്റാണ്, ഇങ്ങനെ പല കാര്യങ്ങളും പറയും. പക്ഷെ ഇവിടെ അതൊന്നും പറയാൻ പറ്റൂല. കാരണം അംഗീകൃത ലാബിൽ നിന്നാണ് നോക്കിയിട്ടുള്ളത്. ഇന്നടത്ത് പരിശോധിച്ചപ്പോഴേക്കും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതേ ലാബിൽ തന്നെ വേണമെങ്കിൽ പരിശോധിക്കാം, സംഗതി ഇല്ല. അപ്പൊ എവിടെ പോയി അവര് തന്നെ പരിശോധിച്ച അതേ സ്ഥലത്ത് തന്നെ ആയിരിക്കും അത് നമ്മളും പരിശോധിപ്പിക്കുന്നത്. നമ്മളൊരിക്കലും നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പേരില്ലാത്ത ലാബിലോ രജിസ്ട്രേഷൻ ഇല്ലാത്ത ലാബിലോ ക്വാളിഫൈഡ് അല്ലാത്ത ലാബിലോ അല്ലെ സ്കാനിങ് സെന്ററോ അല്ല ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഹോമിയോപ്പതി സമൂഹത്തിൽ വളർത്തിയെടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മളെല്ലാം സാറ് പറഞ്ഞ പോലെ ഇതിപ്പോ നമ്മൾ ലാപ്ടോപ്പിലാകുമ്പോൾ എല്ലാവർക്കും ലാപ്ടോപ്പ് പേഷ്യന്റ് ഉപയോഗിച്ച് ചെയ്യാനും ഒക്കെ മടിയും, പിന്നെ അതൊരു മെനക്കെട്ട പരിപാടിയാണെന്നും. ഈ മൊബൈലിലോട്ട് ആ സിസ്റ്റം വരികയാണെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ പറ്റും. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ ഒരു പ്രവർത്തനം സർക്കാർ ലെവലിൽ മാത്രമേ ആണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. അതല്ല എന്ന് കാണിക്കാൻ അനിൽ ഡോക്ടറുടെ ഈ പ്രസന്റേഷന് വഴി പറ്റിയിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ. നന്ദി ധനേഷ് ഡോക്ടറെ. നമ്മുടെ സമയക്കുറവ് മൂലം ഇടപെടുകയാണ്. മനോജ് ഡോക്ടർ, നമ്മുടെ അനിൽ എസ്.കെ. ഡോക്ടർക്ക് നന്ദി പറയണം. ഒരു കാലത്ത് ഈ ആധാർ എന്ന് പറയുന്ന സംഭവം ഇപ്പം ദൈനംദിന ജീവിതത്തിൽ വളരെ ഇല്ല, ആധാറിലൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ പോലെ അടുത്തത് ഇത് കൂടെ ആയി കഴിയുമ്പോഴത്തേക്ക് ഈ പ്രത്യേകിച്ച് അതേ ഗവൺമെന്റ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇതിന് 1 or 2 years തന്നെ ഓൾമോസ്റ്റ് 100% സാച്ചുറേഷൻ ആകും. നേരത്തെ അനിൽ ഡോക്ടർ, ഇപ്പൊ ധനേഷ് ഡോക്ടർ പറഞ്ഞ പോലെ ഒരു കണക്ടിവിറ്റി ഉണ്ടാകും. മാത്രമല്ല അവിടെ ഒരു തുല്യതയുണ്ട്. പ്രത്യേകിച്ച് ഓരോ സിസ്റ്റത്തിനും ഓരോന്നല്ല, എല്ലാവരും ഒരേപോലെ കാണുന്ന സിസ്റ്റമാണ്, രീതിയാണ്. ഇത് നമ്മൾ ഡോക്ടർമാർ അറിഞ്ഞിരിക്കണം. പക്ഷേ തണുപ്പൻ പ്രതികരണമാണ് നമ്മുടെ ഡോക്ടർമാർ ഭാഗത്ത് ഉണ്ടാകുന്നത്. അത് മാറിയില്ല എന്നുണ്ടെങ്കിൽ പിന്നോക്കം പോകും എന്നുകൂടി പറയുന്നു. വളരെ നല്ല പ്രസന്റേഷനാണ്. ഇനിയും ഇതുപോലെ കാര്യങ്ങൾ നമുക്കുണ്ട്. അത് എല്ലാവരും അറിയിക്കാനായിട്ട് അനിൽ എത്തണം. IFBHന്റെ പേരിൽ അനിലിന് എല്ലാവരും നന്ദി പറയുന്നു. അതോടൊപ്പം പങ്കെടുത്തവർക്കും മറിയാമ്മ ഡോക്ടർക്കും ധനേഷ് ഡോക്ടർക്കും എല്ലാവർക്കും നന്ദി. ഫോൺ നമ്പർ ചോദിച്ചിട്ടുണ്ട് ഇവിടെ ചാറ്റ് ബോക്സ്. ഒരു സെക്കൻഡ് സാർ, ഞാനിപ്പം ടൈപ്പ് ചെയ്തിടാം സാർ, ഒരു സെക്കൻഡ്. അടുത്ത പ്രാവശ്യം നമ്മള് പോസ്റ്റ് ഇറക്കുമ്പോൾ അതിൽ നമ്പർ ചേർത്തിടാം. നമ്പർ ഇട്ടിട്ടുണ്ട്, ചാറ്റ് ബോക്സ് ഇട്ടിട്ടുണ്ട് സാർ, താല്പര്യമുള്ളവർക്ക് എടുക്കാം. 906195 അതിനകത്ത് ചാറ്റ് ബോക്സ് നോക്കിയാൽ മതി. 9061950580. ഓക്കെ, ശരി.
ഓക്കെ. എന്തായാലും നമ്മുടെ ഹോമിയോപ്പതിയിൽ നടക്കാൻ പോകുന്ന ഡിജിറ്റലൈസേഷൻ വിപ്ലവത്തെ കുറിച്ചുള്ള ഡോക്ടറുടെ ഈ നല്ല ക്ലാസ്സിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കട്ടെ. ഇനിയും ഡോക്ടർ വരണം. പലർക്കും പല സംശയങ്ങൾ കാണും. ഇപ്പൊ ഇന്ന് നമുക്ക് അത്രയ്ക്ക് സമയമില്ലാതായി പോയി. അതുകൊണ്ട് വീണ്ടും എത്രയും വേഗം ഒന്നുകൂടി ഞങ്ങളുടെ കൂടെ വന്ന് ഇതിനെക്കുറിച്ച് ബാക്കി കാര്യങ്ങളും പറഞ്ഞു തരണം. ഡോക്ടർക്ക് വളരെയധികം നന്ദി അറിയിക്കട്ടെ. അതുപോലെ ഇതിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും നന്ദി അറിയിക്കുന്നു. അങ്ങനെ ഇന്ന് നമ്മളുടെ 1378 സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.